ശാസ്ത്രലോകം മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യനിൽ ഏറ്റവും വേഗത്തിൽ ഫലിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ക്വിക്കായി ഫലിക്കുന്നത് സയനൈഡാണെന്നാണ് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. സയനൈഡ് ഒരു പോയിസനാണ് എന്നോട് ഞാൻ ആവർത്തിച്ച് പറയാം. സ്തോത്രം. മനുഷ്യൻ്റെ ശരീരത്തിൽ എത്രയും പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫലിക്കുന്ന ഇന്ന് വരെ കണ്ടുപിടിച്ചിരിക്കുന്നതിൽ ശാസ്ത്രം പറയുന്നു സയനൈഡാണെന്ന്. നമുക്ക് തലവേദന ഉണ്ടായ ടൈഗർ ബാം, പെട്ടെന്ന് രാത്രിയിൽ കൊടിയ തലവേദന ഉണ്ടായ ഇച്ചിരി ടൈഗർ ബാമോ വിക്സൊക്കെ പുരട്ടാറുണ്ടല്ലോ. അത് പുരട്ടിയാൽ ഒരു അല്പം മിനിറ്റ് കഴിയുമ്പോൾ ഒരു റിലീസ്, ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകും. അത് ഫലിക്കാൻ ഇച്ചിരി നേരം പിടിക്കും. ആൻറ്റിബയോട്ടിക് മെഡിക്കലിലെ സ്തോത്രം ശക്തിയേറിയ മെഡിസിനാണ്. ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ നിഗമനമനുസരിച്ച് 5 ദിവസം എങ്കിലും മിനിമം വേണം ആ കോഴ്സ് മുഴുവൻ ശരീരത്തിൽ ഫലിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചില സിസ്റ്റമുണ്ട്. എന്നാൽ സയനൈഡിനെ കുറിച്ച് ഞാൻ വായിച്ച പുസ്തകത്തിൽ വായിച്ചത് സത്യമാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സയനൈഡിൻ്റെ രുചി അത് കയ്പാണോ മധുരമാണോ ഉപ്പാണോ പുളിയാണോ എന്നറിയാൻ വേണ്ടി ശാസ്ത്രലോകത്തെ ഒരു വലിയ മനുഷ്യൻ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട്, ആളുകളുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് തയ്യാറായി. അദ്ദേഹം ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി. ശാസ്ത്രലോകത്തിലെ തന്നെ പല ആളുകളും കാഴ്ചക്കാരായിരിക്കുന്ന മറ്റു ചില ആളുകളും കണ്ടു നിൽക്കുമ്പോൾ ഒരു പേപ്പർ നിവർത്തി വെച്ച് അതിൻ്റെ മുകളിൽ തുറന്ന പേന കയ്യിൽ പിടിച്ചുകൊണ്ട്, വലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടത്തെ കയ്യിൽ സയനൈഡ് എടുത്തിട്ട് തൻ്റെ നാവിലേക്ക് തൊടിവിക്കുകയും പെട്ടെന്ന് ഈ പേപ്പറിനകത്ത് ഇംഗ്ലീഷ് അക്ഷരത്തിലെ ക്യാപിറ്റൽ എസ് എന്ന അക്ഷരം എഴുതിയപ്പോഴേക്കും സയനൈഡ് ഇദ്ദേഹത്തിൻ്റെ ഉമിനീരിൽ കലർന്ന് വേഗത്തിൽ രക്തത്തിലൂടെ പാഞ്ഞ് രക്തം കട്ട പിടിച്ച് ബ്രെയിൻ ഹെമറേജായി ഹാർട്ട് നിന്ന് എസ് എന്നെഴുതുന്ന സമയം കൊണ്ട് ഈ മനുഷ്യൻ മരിച്ച് താഴെ വീണു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എത്ര സെക്കൻഡ് വേണം എസ് എന്ന് എഴുതാൻ അറിയാവുന്നവർക്കാണെങ്കിൽ സ്തോത്രം, എസ് എന്ന് എഴുതാൻ സെക്കൻഡിൻ്റെ ഒരു ഭാഗം മതി. അത്രയും സമയം കൊണ്ട് സയനൈഡ് ഉമ്മുനീരിൽ കലർന്ന ആ മനുഷ്യനെ കൊന്നു. അതുകൊണ്ടാണ് ശാസ്ത്രം എത്രയും വേഗത്തിൽ എത്രയും ക്വിക്കായി മനുഷ്യനിൽ ഫലിക്കുന്നത് സയനൈഡാണെന്ന് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത് സയനൈഡിനേക്കാൾ വേഗത്തിൽ മനുഷ്യനിൽ ഫലിക്കുന്നതൊന്നുണ്ട്. അത് വേറൊന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വായടച്ചിരിക്കരുത്. ഈ രാത്രി ഇവിടെ മറ്റെന്ത് നടക്കുന്നതിനേക്കാൾ ഈ ദേശത്ത് വചനം ഫലിക്കണം. അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാട്ടുള്ളി പോലെ കവണയിൽ നിന്ന് പാഞ്ഞു പോകുന്ന കല്ല് പോലെ ഇന്ന് രാത്രി ഈ പന്തലിൽ നിന്ന്, ഈ വേദിയിൽ നിന്ന് ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ആത്മാവിൽ ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതാകുന്ന വചനം ഈ ദേശത്ത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യാപാര ശക്തിയുടെ ആ വലിയ പ്രത്യാഘാതം കൊണ്ട് ചില കുടുംബത്തിൽ ദൈവത്തിന്റെ വചനം ഫലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ, ചില മനസ്സുകളിൽ, ചില വ്യക്തികളിൽ, ചില ജീവിതങ്ങളിൽ ദൈവത്തിന്റെ വചനം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അതിന് അംഗീകാരം കൊടുക്കുന്ന നിലവാരത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കരമടിച്ചോ കരമുയർത്തിയോ ദൈവത്തിന്റെ വചനത്തിന് അപാര ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരല്പ സമയത്തേക്ക് ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി എൻ്റെ അന്തരാത്മാവ് പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങളിൽ വചനം ഫലിക്കും. ഈ രാത്രി അത് സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അനേകർ നോക്കിയിട്ട് പരിഹാരം വരുത്താൻ കഴിയാത്ത ചില പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഫലിക്കും. അങ്ങനെ വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ദൈവം ഇവിടെ അരമുറുക്കി ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ചത് വിശ്വസിക്കാൻ മനസ്സുള്ളവർ അന്ധകാര ശക്തിയോട് വെല്ലുവിളിച്ച്, ദുഷ്ടാത്മസേനയോട് വെല്ലുവിളിച്ച് ആ ഇരുവായുത്തറിയുള്ള വാള് ഇന്ന് രാത്രി ദേശത്ത് സ്വത്രം ഉടന്ന് ചുറ്റേണ്ടതിനായി, ദൈവം അത് ഉപയോഗിക്കേണ്ടതിനായി ആ പുറകിലെ നിരയിൽ ഇരിക്കുന്നവർ വരെ ആത്മബലത്തോടെ വചനത്തിന്റെ പക്ഷം നിൽക്കുന്നവർ, ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ശബ്ദമുയർത്തി ഒരുമിച്ച് കരമടിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ, ഉദാസീനതയോടെ കർത്താവിനെ ഒന്നും ചെയ്യരുത്. സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നോ പ്രോബ്ലം അവിടെ ഇരിക്കുക. എന്നാൽ ദൈവസഭയുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം ആത്മബലത്തോടെ ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നെങ്കിൽ, ഈ പൊതുസ്ഥലത്ത് ഒരുമിച്ച് ശബ്ദമുയർത്തി കരമടിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ കരമുയർത്തുന്നെങ്കിൽ മുഴുവനായി ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി വചനം അതിന്റെ പണി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, ഞങ്ങളുടെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്, ഇത് ബുദ്ധിയുടെ പണിയല്ല, ഇത്
ആത്മാവിന്റെ പണിയാണ്. വചനം ചില കുടുംബങ്ങളിൽ കയറി ചെല്ലും, ചില വ്യക്തികളെ തൊടാനിടയാകും. നിന്റെ കുടുംബത്തിൽ ബാക്കി കിടക്കുന്നവരെ ദൈവത്തിന്റെ വചനം കയറി പിടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരമടിച്ചാൽ, വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താൽ, വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, അത് ചെയ്യുന്നൊരു ദൈവം ഇന്ന് രാത്രി പന്തലിൽ നടകൊള്ളാൻ തുടങ്ങി. കൃപ ലഭിച്ചവർ ഒരുമിച്ച് സ്തോത്രത്തോടെ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ദൈവസഭ പണിതത് സ്തോത്ര പഞ്ചസാരയും പാൽപ്പൊടിയും കൊടുത്തുകൊണ്ടല്ല, ദൈവത്തിന് വചനമയച്ചാണ് ദൈവം അത് ചെയ്തത്. അതിൽ അഭിമാനമുള്ള ദൈവദാസന്മാർ, അതിൽ തിറമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ഒരല്പസമയം കൂടെ ഈ ആമുഖ സമയത്ത് വചനത്തെ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നത് ഒരു അപമാനമല്ല, ഒരു നഷ്ടമല്ല എന്ന് ബോധ്യമുള്ളവർ ഒരു മനസ്സോടെ സ്തുതിച്ചുകൊണ്ട് അന്യഭാഷയിൽ തന്നെ കരമടിച്ച് ദൈവാത്മാവിന്റെ ശക്തിയോടെ ആ വീര്യം കെട്ടുപോകാതെ ദൈവത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടട്ടെ. എല്ലാ ദൈവമക്കളും കൃപയോടെ യേശുവേ നിന്റെ വചനത്തിനായി സ്തോത്രം, കർത്താവേ നിന്റെ വചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം, ജീവനുള്ള വചനത്തിനായി സ്തോത്രം, അതിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. വചനം കൊണ്ട് ജനത്തെ മാനസാന്തരപ്പെടുത്താൻ കഴിവുള്ളവനെ, വചനം കൊണ്ട് പിന്മാറ്റക്കാരെ മടക്കി വരുത്താൻ കഴിവുള്ളവനെ, വചനം കൊണ്ട് സൗഖ്യമാക്കാൻ കഴിവുള്ളവനെ, വചനം കൊണ്ട് ബോധം വരുത്താൻ കഴിവുള്ളവനെ, വചനം കൊണ്ട് വലിയ പണി നടത്താൻ കഴിവുള്ള ദൈവമേ, കണ്ണടച്ചൊരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആത്മാർത്ഥത ദൈവത്തോട് നിറഞ്ഞു നിൽക്കുന്നവർ, സുവിശേഷത്തോട് പ്രതിബദ്ധതയുള്ളവർ, കർത്താവിൻ്റെ സഭയോട് കൂറ് പുലർത്തുന്നവർ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഒരു സ്തോത്രം കൊണ്ടെങ്കിലും പങ്കാളിയാകണമെന്ന് മനസ്സുള്ളവർ, അവർ ഈ രാത്രി ദൈവസന്നിധിയിൽ തലവണക്കി അധരങ്ങൾ അടച്ചു വെക്കാതെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കും. അപ്പാ, നിന്റെ വചനം അത്ര വേഗത്തിൽ ഫലിക്കുന്നതാണെങ്കിൽ അത് ഈ നാട്ടിൽ ഫലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് ഫലിക്കട്ടെ. കർത്താവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സ്തോത്രം. യേശുവിനെ അവൻ്റെ വീട്ടിലേക്ക് വിളിക്കാനാണ് വന്നത്. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ ആ ശതാധിപൻ പറഞ്ഞു, അങ്ങൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കുടുംബത്തിനത് ഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ആ വാക്ക് പറഞ്ഞവനെ മടക്കി അയച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ഭൃത്യൻ സൗഖ്യമായിരിക്കുന്നു. വീട്ടിലുള്ളവരോട് സമയം ചോദിച്ചു, എപ്പോഴാണ് ഇവൻ സൗഖ്യമായത്? യേശു എപ്പോഴത് അവിടെ പറഞ്ഞോ ആ സെക്കൻഡിൽ ഇവിടെ സൗഖ്യം നടന്നു. ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി അതാണെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ കടലുകൾക്കക്കരെ നിന്റെ വിഷയം ഇരിക്കുന്നെങ്കിൽ, ആ ശതാധിപനെ പോലെ ഏറ്റെടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ കുടുംബത്തിനകത്ത്, നിന്റെ വീട്ടിൽ നിന്ന് വിശ്വാസം അംഗീകരിക്കാത്തവരുടെ മനസ്സിനകത്ത് അതേ നിമിഷത്തിൽ അത് ഫലിക്കാൻ സാധ്യമാക്കുന്ന ദൈവം ഇവിടെ ഉണ്ടത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിവിൽ തീരെ ബലഹീനനാണ് ഞാൻ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ ആളുകളുടെ ബുദ്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരല്ല. എന്നാൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയാം. സ്തേഫാനോസിന് കൊടുത്ത ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവമേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് ചോദിക്കുന്നു, ഈ ദേശത്ത് ദൈവത്തിൻ്റെ വചനത്തോടു കൂടെ അങ്ങയുടെ ജ്ഞാനം വ്യാപരിക്കട്ടെ. വിരോധിക്ക് പോലും പ്രതിവാദം പറയാൻ ഇനി ഇല്ലാതെ വണ്ണം, വിമർശകന്മാരുടെ വായടക്കത്തക്ക രീതിയിൽ ഇന്നലെ വരെ സുവിശേഷത്തെ പുച്ഛിച്ചവർ ഇനി ആ പണി ചെയ്യാതിരിക്കേണ്ടതിന്, ഇന്നലെ വരെ കർത്താവിൻ്റെ സഭയെ അപമാനിച്ചവർ ഇന്ന് രാത്രി ബോധവൽക്കരിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിലൊന്നും ഞങ്ങൾ തൊടിയേല. ഇതിൻ്റെ സകല പുകഴ്ചയും മഹത്വവും ദൈവത്തിന് മാത്രം. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ ദൈവമക്കളെയും കർത്തൃദാസനെയും സഭയും കർത്താവ് ഓർക്കണമേ. ദൈവം അത് ചെയ്യും, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ.
വേഗത്തിൽ നമുക്ക് ഈ രാത്രിക്ക് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ഒരു കുറിവാക്യം വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്തൊരു സന്ദേശം പറയാൻ പ്രേരിപ്പിച്ചത്. 9-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഉച്ചഭാഷയിലൂടെ അനേക ആളുകൾ ഒരുപക്ഷെ വഴിയോരത്തും റോട്ടിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഉച്ചഭാഷയിൽ കൂടെ വായിച്ചു കേൾപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 17-18 ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ദയവായി വിശുദ്ധ ബൈബിളിനോടുള്ള അല്ലെങ്കിൽ ദൈവവചനത്തോടുള്ള ആദര സൂചകമായി ഈ സമയത്ത് ബൈബിൾ അടച്ചു വെക്കാതെ ബൈബിൾ നിവർത്തി അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. ഈ സമയത്ത് വായിച്ചു കേൾപ്പിക്കും. ദയവായി വായിച്ചാട്ടെ. അങ്ങനെ അനന്യാസ് യെസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നിന്റെ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വേദപുസ്തക വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത് ദൈവസഭയുടെ ഒരു വഴിത്തിരിവിൻ്റെ അധ്യായമാണ്. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ ആത്മീക ചരിത്രത്തിൻ്റെ ഒരു കൊറിഡോറാണ്, ഒരു ഇടനാഴിയാണ് 9-ാം അധ്യായം എന്നാണ് വേദപുസ്തകം നിരന്തരമായി പഠിക്കുന്ന വേദവിദ്യാർത്ഥികൾക്ക് വേണ്ടി വേദശാസ്ത്രിമാർ എഴുതി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഒരു വലിയ ബൈപ്പാസ് പോലെയാണ് 9-ാം അധ്യായത്തിലെ സംഭവങ്ങൾ കിടക്കുന്നത്. 9-ാം അധ്യായത്തിനകത്ത് 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണ് എഴുത്തുകാരനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചിരിക്കുന്നത്. 3 അത്ഭുതങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിനകത്തുണ്ട്. ഒരു ബൈബിൾ ക്ലാസ് അല്ലെന്ന് എനിക്കറിയാമെങ്കിലും എൻ്റെ സന്ദേശത്തിൻ്റെ ഒരു ആമുഖം ചുറ്റിപ്പിടിച്ചെടുക്കണമെങ്കിൽ ആ ഭാഗത്തോടൊക്കെ ഒന്ന് കയറി ഇറങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രത്തോടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ നടുവിൽ ആ 3 അത്ഭുതങ്ങളെക്കുറിച്ചൊന്ന് തൊട്ട് പറഞ്ഞ് ഇപ്പോൾ വായിച്ച വേദഭാഗത്തേക്ക് വന്ന് അധികം താമസിയാതെ സ്തോത്രം നമുക്ക് ദൈവാലോചന പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. 3 അത്ഭുതങ്ങളാണ് 9-ാം അധ്യായത്തിനകത്ത് സ്തോത്രം അന്തർലീനമായിരിക്കുന്നത്. ഈ അധ്യായത്തിലെ 1-ാമത്തെ അത്ഭുതം ദൈവസഭയുടെ ആജന്മ ശത്രുവായി സഭയെ മുടിച്ചു കളയാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി ഒരു ചെന്നായെപ്പോലെ കുഞ്ഞാടുകളുടെ നേരെ പാഞ്ഞിറങ്ങിയ ശൗൽ എന്ന യഹൂദ ചെറുപ്പക്കാരൻ്റെ മാനസാന്തരമാണ് 9-ാം അധ്യായത്തിലെ 1-ാമത്തെ അത്ഭുതം. സ്തോത്രം. എനിക്കറിയാം കൊട്ടാരക്കരക്കാർക്കും കലയപുരംകാർക്കും മാനസാന്തരം ഒരു അത്ഭുതമായി തോന്നാറില്ലെന്ന്. സ്തോത്രം. നമ്മുടെ അത്ഭുതമാണെങ്കിൽ വലിയ മുഴ പോകുകയോ നീര് പോകുകയോ സ്തോത്രം കാല് നിവരുകയോ അല്ലെങ്കിൽ മുടന്തൻ നടക്കുകയോ ഒക്കെ ചെയ്തെങ്കിലേ നമുക്കൊരു അത്ഭുതകരമായി പരിഗണിക്കാൻ പറ്റുമോ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സത്യസന്ധമായൊരു കാര്യം പറയാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്മീയ അത്ഭുതത്തിലെ ഏറ്റവും വലുത് അവൻ്റെ മാനസാന്തരമാണ്. മാനസാന്തരം ഒരു അത്ഭുതമായി പരിഗണിക്കുന്നവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ സഭ. കാരണം മാനസാന്തരമില്ലാതെ ദൈവസഭയ്ക്കകത്തെ ഒരു നന്മകളും പ്രാപിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ഓടി വന്ന് പെട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ നടത്തി ആകുലതയോ പ്രയാസമൊക്കെ ഉള്ളപ്പോൾ വന്നൊന്ന് തൊട്ട് തൊടിയിച്ച് പോകണമെങ്കിൽ സ്തോത്രം ഒരു വലിയ മീറ്റിങ്ങിലൊക്കെ വന്ന് പങ്കെടുത്തൊന്ന് പ്രാർത്ഥിച്ചു പോയാൽ മതി. പക്ഷേ സ്തോത്രം, ഇനിയൊരു ദൈവദാസനെ കൂടിക്കാണാൻ കിട്ടിയില്ലെങ്കിലും ആരും നിന്റെ വീട്ടിലേക്ക് വരാൻ ദൈവം സമ്മതിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കാൻ വന്ന നിങ്ങളോട് പറയാം, ഈ രാത്രി പോകുന്നതിനേക്കാൾ മുമ്പ് ഒരാൾ നിങ്ങളുടെ തലയെ തൊട്ട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഭൂതി ഉണ്ടായില്ലെങ്കിലും ഈ രാത്രി യോഗം ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു മാനസാന്തരത്തിന്റെ തീപ്പൊരി നിങ്ങളുടെ അകത്ത് വീണാൽ അതൊരു അത്ഭുതത്തിന്റെ തുടക്കമാണ്, അതൊരു വിടുതലിന്റെ തുടക്കമാണ്, നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറുന്നതിന്റെ തുടക്കമാണ്. ഒരുവനിൽ മാനസാന്തരം ഉണ്ടാകുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മാനസാന്തരത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം കമന്റ് ചെയ്യുന്ന ഒരുപാട് വാക്കുകളും വിശുദ്ധ ബൈബിളിലുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ വേഗത്തിൽ പറയാം. ബൈബിൾ മാനസാന്തരത്തെ ഒരടിസ്ഥാനമായിട്ടാണ്, ഒരു ഫൗണ്ടേഷനായിട്ടാണ് പറയുന്നത്. ഒരു വലിയ കെട്ടിടം പണിയണമെങ്കിൽ കുറേ സ്തോത്രം സിമെൻറ്റും കമ്പിയും മണ്ണും 5-6 പണിക്കാരും മാത്രം പോരാ. കെട്ടിടം അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വിവേകവും വിവരമുള്ള ഈ എൻജിനീയറിംഗ് യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, കെട്ടിടത്തിൻ്റെ നിലവാരം അനുസരിച്ച് അതിന് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ നിലനിൽക്കുകയുള്ളൂ.
ഓരോ ദേശത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഫൗണ്ടേഷൻ ഇടുന്നത്. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ മണൽക്കാടുകളാണ്. നമ്മുടെ സോയിൽ പോലെ, നമ്മുടെ മണ്ണ് പോലെ എത്ര പിടുത്തമുള്ളതല്ല. സ്തോത്രം, ഉറപ്പുള്ള മണ്ണല്ല. അപ്പോൾ അവിടെയാണ് ഫൗണ്ടേഷൻ ഇടണമെങ്കിൽ തീറ് ഫൗണ്ടേഷൻ ഇടണം. ശരിയല്ലേ ഞാൻ പറയുന്നത്? സ്തോത്രം. ഇവിടെയാണെങ്കിലും ഏറെക്കുറെ നല്ലൊരു എഞ്ചിനീയറാണ് വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിനകത്ത് പറയും, അടിസ്ഥാനം ഇടുമ്പോൾ 2 നിലയ്ക്കാണെങ്കിൽ എത്ര അടി താഴ്ചയിൽ റബ്ബിളിട്ട് കരിങ്കലിട്ട് കെട്ടണം, അതിൻ്റെ മുകളിൽ കമ്പി ഇടണോ ബെൽറ്റ് ഇടണോ, ഇതൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. നിലവാരമനുസരിച്ചിട്ടാണ് ഫൗണ്ടേഷൻ്റെ കട്ടിയും ശക്തിയും ഇരിക്കുന്നത്. സ്തോത്രം. ഞാനൊരു വാക്കൊരു ആത്മീക വെളിപ്പാടിൽ പറയാം. നിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസം ഉണ്ടെങ്കിൽ, വലിയ പണിക്ക് ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനം വലിയ സ്ട്രോങ് ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വന്നേക്കാം, ചിലർ ഒറ്റപ്പെടുത്തിയേക്കാം. അങ്ങനെ വില കൊടുത്തു മാനസാന്തരപ്പെട്ട ചിലർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം, അന്ന് വല്ലാത്ത വേദനയും നൊമ്പരമായിരുന്നു, പക്ഷേ അന്ന് അതിന്റെ മൂല്യം അറിഞ്ഞില്ല. അന്ന് കൈക്കുഞ്ഞുങ്ങളെ കൈ പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നെങ്കിലും, ആ തീച്ചൂളയുടെ വേദന വലുതായിരുന്നെങ്കിലും, അന്നെടുത്ത തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ പിന്നത്തെ ദൈവം അതിന്റെ മീതെ പണിതത് ചെറിയൊരു പണിയല്ല, നല്ല മാനസാന്തരമാണെങ്കിൽ വലിയ പണിയാ ദൈവം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടേ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, സ്തോത്രം, വെറുതെ ഒരു അനുമാനം ഒരു വ്യാഖ്യാനം പറഞ്ഞല്ല, വിശുദ്ധ ബൈബിളിലെ ഒരു കമന്റാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞ മാനസാന്തരം ഒരു അടിസ്ഥാനമാണെന്ന് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ്. വായിക്കണ്ട, പേനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെച്ചാൽ മതി. സ്തോത്രം. 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, സ്തോത്രം, ദൈവത്തിങ്കലെ വിശ്വാസം, അതുപോലെ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യന്യായവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. കേട്ടെ, ഒന്നോടെ എന്നെ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ചിരുന്നു. 1 സെക്കൻഡ് പോലും ഈ സന്ദേശത്തിൽ നിങ്ങൾ അശ്രദ്ധരാകരുത്. അശ്രദ്ധരായാൽ നിങ്ങൾക്ക് നഷ്ടം. കാരണം ഇത് ഭയങ്കര ലിങ്കായി കിടക്കുന്നൊരു സന്ദേശമാണ്. അവസാനത്തെ രാത്രി എന്നൊക്കെ അറിയാം, പക്ഷേ ഇന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഈ നാട്ടിൽ ഇവിടെ വന്നതിനേക്കാൾ അപ്പുറം ദൈവാത്മാവ് കണ്ടുവച്ചിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. പലവട്ടം പല പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയിട്ടും ഈ മാർഗത്തിനകത്ത് പറയുന്നത് സത്യമല്ലെന്ന് പുച്ഛിച്ച് തള്ളിയ ചിലരെ ദൈവം വലയിട്ടിട്ടാണ് ഈ പന്തല് കെട്ടാൻ പറഞ്ഞത്. ആ വെളിപ്പാട് ഞാൻ ദൈവത്തിന് ദൂത് പറയാം. ഒറിജിനൽ മാനസാന്തരത്തിന്റെ വില അവരറിഞ്ഞാൽ, അതിനിന്ന് രാത്രി ഈ നാട്ടിൽ ആരെങ്കിലും മനസ്സ് വെച്ചാൽ, അവന്റെ കുടുംബം നാളെ ഈ നാട്ടിലെ ഏറ്റവും വലിയ സാക്ഷിയായി മാറാൻ സ്വർഗം കണ്ടിട്ടുണ്ടെന്നുള്ള വെളിപ്പാട് ഞാൻ ആത്മാവിൽ കണ്ടോണ്ട് വിളിച്ചു പറയുക. ദൈവസഭ പ്രാർത്ഥിച്ചാൽ തെളിയിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരമൊക്കെ രാത്രി പ്രസംഗിക്കുമ്പോൾ ഇയാളെ ആദ്യത്തെ രാത്രി വിളിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെ ആദ്യത്തെ രാത്രിക്ക് അവസാനത്ത് പ്രത്യേക മെസ്സേജ് ഒന്നുമില്ല, സുവിശേഷ യോഗമാണ്. സ്തോത്രം. കിട്ടുന്നിടത്ത് 10 ആളെ കിട്ടിയാൽ വചനം എന്താണോ അത് പറയുക, അത്രയേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി വചന സ്തോത്രത്തിൽ നിന്ന് മാനസാന്തരമല്ല ഫുൾ ടൈം പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിൽ നിന്നൊരു കാര്യം പറയുക. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ വായിച്ചു, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഫൗണ്ടേഷനാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന് ഭയങ്കര അടിത്തറയുണ്ട്. അയ്യോ സ്തോത്രം. ഒന്നോട് ഉറപ്പിച്ചു പറയാ, ചുമ്മാ വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ കരിയിലേം കടലാസ് ഒഴുകി വന്ന് എവിടെയെങ്കിലും തങ്ങുന്നത് പോലെ ജീവിതം പൊട്ടുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ, കുടുംബ പ്രശ്നമുണ്ടാകുമ്പോൾ ആ ഒഴുക്കിൽ വന്ന് അടിഞ്ഞു കൂടുന്നവർ ഏതെങ്കിലും കെട്ടിടത്തിന് മോളിൽ പായും തമ്പേരം എടുത്ത് തുടങ്ങുന്നതല്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഭ, ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അടിസ്ഥാനമുണ്ട്. അതിനൊരു ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ ഉണ്ട്. 6 ബൃഹത്തായ അടിസ്ഥാനങ്ങളാണ് എബ്രായ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നോടെ കേട്ടോ, ഒരുത്തൻ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ഈ 6 കാര്യങ്ങളെക്കുറിച്ച് മിനിമം അറിവുണ്ടായിരിക്കും. ലോകത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ കോഴ്സുകളില്ലേ, മെഡിസിന് പഠിക്കാം, സ്തോത്രം, അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് വേണമെങ്കിൽ പഠിക്കാം. സിവിൽ സർവീസിലൊക്കെ സ്തോത്രം ഒരു എൻട്രി കിട്ടണമെങ്കിൽ മിനിമം യോഗ്യതയുണ്ട്. ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കുന്ന പോലെ അല്ലാതെ അതിനൊക്കെ മിനിമം യോഗ്യത, നല്ല കൊള്ളാവുന്നതിനൊക്കെ ഒരു മിനിമം യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. സ്തോത്രം. ഇതുപോലെ യഥാർത്ഥത്തിലെ ആത്മീക ജീവിതത്തിനൊരു മിനിമം യോഗ്യതയുണ്ട്.
സ്തോത്രം. കേട്ടെ, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലെ മുഴുവൻ ഉള്ളറകളിലെ ആത്മീക രഹസ്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാനോ അറിയത്തില്ലെങ്കിലും ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ അടിസ്ഥാനമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ. ആ 6 കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം അകത്തുണ്ടാകണം. എന്താ? 1, മാനസാന്തരം. സ്തോത്രം. 2, ദൈവത്തിങ്കല വിശ്വാസം. ആ വാക്കൊന്നോടെ ശ്രദ്ധിച്ചേക്കണം. എന്താ പറഞ്ഞേ? ദൈവത്തിങ്കല വിശ്വാസം. വിശ്വാസം തന്നെ പലതരമുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വല്ലാത്ത ദൈവത്തിന്റെ വിടുതലുകൾ കിട്ടുമ്പോൾ അതൊക്കെ കൂടെ കൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മക്കളില്ലാതിരുന്ന അവർക്ക് മക്കളെ കൊടുത്തപ്പോൾ എനിക്കും കിട്ടുമെന്നൊരു വിശ്വാസമല്ല ദൈവത്തിങ്കല വിശ്വാസം. കേട്ടോളണേ. സ്തോത്രം. ഹല്ലേലൂയ. ആ 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇച്ചിരി എണ്ണ പുരട്ടിയപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ട് ഞാനും ഒരു 100 മില്ലി പാരച്ചൂട്ടും കൊണ്ട് ചെന്നാൽ എനിക്കും കിട്ടുമെന്നുള്ള വിശ്വാസമല്ല ദൈവത്തിൻ്റെ വിശ്വാസം. കർത്താവിന്റെ കയ്യിൽ മറ്റൊരുവന് കൊടുത്തതുപോലത്തെ വിടുതലായിരിക്കില്ല നിനക്ക് തരാനിരിക്കുന്നത്. ദൈവം ഒരു വ്യത്യസ്തനാണ്. ഇന്നലെ അടുത്ത വീട്ടുകാരനോ അടുത്ത യോഗക്കാരനോ കൊടുത്തതുപോലെയല്ല നിനക്ക് തരുന്നത്. അവൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിന്ന് രാത്രി വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആരെങ്കിലും ചെയ്തതുപോലെയല്ല, ആർക്കെങ്കിലും കൊടുത്തതുപോലെയല്ല. എനിക്കിന്ന് രാത്രി പണ്ട് ശൗല് കഴുതയെ നഷ്ടപ്പെട്ട് ശൗമേൽ പ്രവാചകന്റെ കൂടാരത്തിൽ ചെന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ട് ആത്മീയര്. എന്താ പറഞ്ഞത്? ശൗമേൽ ഭൃത്യനോട് പറയുക, ഇവൻ വരുമെന്നറിഞ്ഞ് ഞാൻ അവന് വേണ്ടി ഒരു കുറക് മാറ്റിവെച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്വത്രം മൃഗത്തിന്റെ ഒരു കൈക്കുറക്, ഒരു മാംസത്തുണ്ട് മറ്റാർക്കും കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട്. അതങ്ങ് കൊണ്ടുവരാൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ. മറ്റു പലർക്കും കൊടുക്കാതെ മാറ്റിവെച്ചൊരു കരുതല് ഇന്ന് രാത്രി ഇവിടെ വന്ന ചിലർക്ക് കരുതിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന യോഗ്യതകളിൽ ഇന്ന് രാത്രി നീ ബന്ധപ്പെടുകയാണെങ്കിൽ സ്വർഗ്ഗം അത് തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിങ്കല വിശ്വാസം. വേദപുസ്തകത്തിലെ ആളുകളൊക്കെ എന്താ വിശ്വസിച്ചെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതി പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നല്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവന് വിടുതൽ കിട്ടിയും കൊണ്ട് എനിക്ക് കിട്ടുമെന്നല്ല, അവിടെ പോയപ്പോൾ കിട്ടിയത് അവിടെ പോയാൽ എനിക്ക് കിട്ടുമെന്നല്ല. പിന്നെയോ എന്റെ ദൈവം ആരാന്ന് എനിക്കറിയാം. അവൻ എന്നെ വിടുവിക്കാൻ ശക്തനാണെന്ന് എനിക്കറിയാം. അവൻ വിടുവിച്ചില്ലെങ്കിലും എന്റെ ജീവിതം നഷ്ടമല്ലെന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. അതാ ദൈവത്തിലുള്ള വിശ്വാസം. പിണങ്ങരുത്. സത്യം സത്യമായി പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിങ്കല വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. ആ അറിവാണ് സ്തോത്രം. ദൈവസഭയ്ക്ക് ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് രക്തസാക്ഷികളെ ഉണ്ടായിട്ടും ആദ്യമ നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും സ്തോത്രം ഈ മാർഗത്തെ തച്ചുടയ്ക്കാൻ കഴിയാതെ പോയത് ഇവിടുത്തെ ജീവിതം പച്ചപിടിപ്പിച്ചതിന്റെ വെളിച്ചത്തിലല്ല. ഞങ്ങൾ ആരെ വിശ്വസിക്കുന്നു ഞങ്ങൾക്കറിയാം. അവങ്കലുള്ള വിശ്വാസമാണ് ദൈവജനത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. ആർദ്രിയ കടലിൽ 14 രാത്രി സൂര്യനെയും ചന്ദ്രനെയും കാണാതെ കാറ്റ് പ്രതികൂലമായതുകൊണ്ട് പ്രതികൂല കാറ്റിൻ്റെ നടുവിൽ ആകപ്പാടെ ഉലഞ്ഞ് ആടുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ രാത്രി ദൈവം കൊടുത്ത ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കപ്പൽ പ്രമാണിയോടും മറ്റുള്ളവരോടും പറഞ്ഞു, സ്തോത്രം, എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. സ്തോത്രം. കേട്ടെ, ഇന്നാർക്ക് വിടുതൽ കൊടുത്തത് കൊണ്ട് എനിക്കും കിട്ടുമെന്നല്ല, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. അബ്രഹാം പിതാവിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിൽ? സ്തോത്രം. എനിക്ക് ചണ്ടിക്കൂമ്പാരത്തിൽ നിന്നാണെങ്കിലും ശരീരത്തിന്റെ ജരാനരകൾ ബാധിച്ച് പുത്രോത്പാദനത്തിന് യാതൊരു സാധ്യതയില്ലെങ്കിലും എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആർക്കോ എന്തോ കൊടുത്ത വസ്തുതയല്ല, എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. അതൊരു ഫൗണ്ടേഷനാണ്. ഓളങ്ങൾ തലയ്ക്ക് മീതെ വന്നാലും
നിൽക്കുന്നിടത്ത് മണ്ണിളകിപ്പോയാലും, ചിലപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചില നാളുകൾ കാത്തിരുന്നാലും ഒന്നിനു പോലും സ്തോത്രം പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അവിടെ കുലുങ്ങിപ്പോകാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ഒരു വിശ്വാസത്തെ പ്രതീക്ഷയുണ്ട്? സ്തോത്രം, എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയെന്ന് വരികയല്ല. ഈ വേദപുസ്തകത്തിൽ നമ്മളെക്കാൾ ഭക്തന്മാരായിരുന്നു ചിലർ ചോദിച്ചിട്ട് ദൈവം കൊടുത്ത്, പൗലോസ് പോലും സ്തോത്രം ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് ദൈവം പറഞ്ഞു, അതിന് മറുപടിയിൽ എൻ്റെ കൃപ നിനക്ക് തരാം. മുഖം വീർപ്പിച്ച് പിണങ്ങി വേറെ ആളെ നോക്കുകയല്ല ചെയ്തത്. അങ്ങനെ എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മറ്റെന്തോ കണ്ടിട്ടുണ്ട്. അത് വിശ്വസിക്കത്തക്ക രീതിയിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ഒരു പുതിയ മാനം ദൈവം തെളിയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ദൈവത്തിന്റെ കൃപ തരിക. ആ വിശ്വാസം, ദൈവത്തിങ്കലെ വിശ്വാസം, അതെങ്ങനെയെങ്കിലും നിങ്ങളുടെ അകത്ത് കയറിയാൽ പിന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടാലും ഞങ്ങളുടെ ആരുടെയും ഫോൺ നമ്പർ കയ്യിലില്ലെങ്കിലും ആ വിശ്വാസം അകത്ത് കയറിയാൽ നീ പ്രാർത്ഥിച്ചാലും കെട്ടുപൊട്ടും. അത് വേണമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇതിനൊരു അടിസ്ഥാനമുണ്ട്, ദൈവത്തിങ്കലെ വിശ്വാസം. സ്തോത്രം. പിന്നെ ഞാൻ ആ ഭാഗം വിടുക. കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, സ്തോത്രം, ന്യായവിധി, ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം. ഇത്രയും കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം കേട്ടോ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വിശ്വസിച്ചെങ്കിലേ മിനിമം ക്രിസ്ത്യാനിയാകാൻ പറ്റുള്ളൂ. അയ്യടാ, സ്തോത്രം പോയ പണി കണ്ടു. സ്തോത്രം കേട്ടോ. മിനിമം ക്രിസ്ത്യാനിയാകണം, ഇത്രയും വിശ്വസിക്കണം. എനിക്ക് വിടുതൽ കിട്ടുമെന്നല്ല, എനിക്ക് വീട് കിട്ടുമെന്നല്ല, എനിക്ക് കാറ് കിട്ടുമെന്നല്ല. സ്തോത്രം, ഞാൻ മരിച്ചാലും ജീവിക്കും. മരിച്ചവരുടെ പുനരുദ്ധാനം ഉണ്ട്. സ്തോത്രം. അത് ചങ്കൂറ്റത്തോടെ പറയാൻ കൃപയുള്ളൊരു കൂട്ടരുണ്ടെങ്കിൽ ദൈവപുത്രന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. മരിച്ചാലും ഇവിടം കൊണ്ട് തീരത്തില്ല. അങ്ങേ കരയിൽ കോടാനുകോടി വിശുദ്ധന്മാരോട് കൂടെ പേർ വിളിക്കുമ്പോൾ തല താഴ്ത്താതെ അഭിമാനത്തോടെ ആകാശമേഘങ്ങളെ തേകായി മടങ്ങി വരുന്ന യേശുവിനോട് കൂടെ ഞാൻ കാണുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പറ, ഞങ്ങളുടെ വിശ്വാസം വെറും പാഴല്ല, മരിച്ചാലും ജീവിക്കാം. അടുത്തതോ നിത്യ ന്യായവിധി. ചിലപ്പോഴൊക്കെ വളരെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ, എൻ്റെ കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്നോട് ഈ ചതി ഇന്നാര് ചെയ്തിട്ടും ദൈവം ഒന്നും തിരിച്ചു ചോദിക്കുന്നില്ലല്ലോ. ഭയങ്കര വിഷമമാണ് നമുക്ക്. നമ്മുടെ ഇഷ്ടം കൂടെ നമ്മുടെ പ്രതിയോഗിക്ക് തല്ലു കൊടുക്കുകയും നമ്മളെ തൊടുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടും നമ്മൾ. ഇവിടത്തെ നീതിന്യായ വകുപ്പുകളോ ഇവിടത്തെ വകുപ്പുകളൊക്കെ എങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിയാലും അതിനകത്തൊന്നും പരിഭവം ദൈവത്തിൻ്റെ മക്കൾക്കില്ല. കാരണം അവർക്ക് വചനം പറയുന്ന ഒരു അടിസ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആരെ വെറുതെ വിട്ടാലും, കാശിൻ്റെ പുറത്തോ കൈക്കൂലിയുടെ പുറത്തോ മോളി പിടിയുള്ളത് കൊണ്ടോ നീതി നിഷേധിക്കപ്പെട്ട ആരെയൊക്കെ വെറുതെ വിട്ടാലും ഇവിടം കൊണ്ടൊന്നും വിധി തീരെയല്ല. അവസാന വിധി എന്ന് പറയുന്നൊരു വിധിയുണ്ട്. അവിടെ വെച്ച് ദൈവം കണക്ക് ചോദിക്കും. സ്തോത്രം. ഇതൊക്കെയാ ക്രിസ്ത്യാനിത്വത്തിന്റെ ഫൗണ്ടേഷൻ കേട്ടോ. സ്തോത്രം. മറ്റേ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പം നുറുക്കലും കൂട്ടായ്മയൊക്കെ സഭയുടെ സ്തോത്രം. ഇതാ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, ക്രിസ്തീയ ജീവിതം. എന്തെങ്കിലും വിശ്വസിച്ചൊരു പാട്ടുപുസ്തകം മേടിച്ച് 4 വെള്ളക്കുപ്പായം മേടിച്ച് സ്തോത്രം അങ്ങനെ യോഗം കൂടി നടക്കുന്നതല്ല. ഇതിന് അടിസ്ഥാനം ഉണ്ടെന്ന്. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനെ ആഭിചാരം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുകയില്ല. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനെ ശുദ്രം കൊണ്ട് ഒതുക്കാൻ പറ്റുകയില്ല. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനെ എതിർ പ്രാർത്ഥന കൊണ്ടോ ദുഷ്ടപ്പോര് കൊണ്ടോ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനയെ കയറൂരി വിട്ടിരിക്കുന്ന നായെ പോലെ നിന്നെ കടിച്ചു കൊടയാൻ വേണ്ടി വെല്ലുവിളിച്ച് വിട്ടിരിക്കുന്ന ദുഷ്ടാത്മസേനയ്ക്ക് തൊടാൻ പറ്റാത്തൊരു മേഖലയുണ്ടെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനമുള്ളവരെ അവന് തൊടാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മബലത്തോടെ പറ, ആ ശക്തി ചെറുതല്ലത് വലുതാണ്. ഒന്നാമത്തെ അത്ഭുതം, സ്തോത്രം, ഒന്നാമത്തെ അത്ഭുതം ഈ അധ്യായത്തിലെ മാനസാന്തരമാണ്. പൗലോസിനെ കാണാൻ നിങ്ങൾക്കൊരവസരം ദൈവം തന്നിരിക്കട്ടെ. അന്ന് നിങ്ങൾ ചോദിക്കണം, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര പ്രതികൂലമുള്ള സ്ഥാനത്ത് യഹൂദന്മാരുടെ തീവ്രമായ എതിർപ്പുകളും റോമൻ ഭരണകൂടത്തിൻ്റെ വെല്ലുവിളിയും
പൈശാചിക ശക്തികൾ സാക്ഷാൽ സാത്താൻ്റെ ദൂതനെ തന്നെ ശൂലം കൊണ്ട് കുത്താൻ നിർത്തിയിരിക്കുന്ന നേരിട്ടുള്ള അറ്റാക്കുകളും ഇത്ര ശക്തമായി എതിരിട്ടിട്ടും ഞങ്ങളെക്കാളൊക്കെ അധികം വെളിപ്പാടിൽ ജീവിച്ച്, ഞങ്ങളെക്കാളൊക്കെ അധികം സഭകൾ ആ കാലത്ത് സ്ഥാപിച്ച്, സാത്താന് പോലും സ്തോത്രം വ്യക്തിപരമായി പരിചയമുള്ള പാതാളത്തിലെ ശക്തികൾക്ക് പോലും പരിചിതനായി അത്ര ശക്തിയോടെ ജീവിപ്പാൻ, ഇത്ര വലിയ വെളിപ്പാടുകൾ 10-14 ലേഖനങ്ങൾ എഴുതി 89 കൃപാവരങ്ങൾ കൈയിലിട്ട് അമ്മാനമാടി ഇത്ര ശക്തനായ ഒരു ശുശ്രൂഷകനായി ജീവിപ്പാൻ അങ്ങക്ക് എങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾ പൗലോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയാൻ പോകുന്നതിന് മറുപടി ഞാൻ ക്ലൂ ഇപ്പം തരാം. മറുപടി അദ്ദേഹം അന്ന് അവിടെ വെച്ച് പറയും. അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി ഇത്രയേ ഉള്ളൂ: മോനെ, ആ കണ്ണിൻ്റെ പെരിയം പോലും നരച്ച ആ വയോധികനായിരിക്കുന്ന മനുഷ്യൻ സ്തോത്രം മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, കൂടുതൽ പറയാനൊന്നുമില്ല, എൻ്റെ മാനസാന്തരം ഒറിജിനലായിരുന്നു. സ്തോത്രം. അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, ഞാൻ വേറെ ഒന്നിനും വേണ്ടി ചെയ്തതല്ല. യേശു ജീവിക്കുന്നവനാണെന്ന് തെളിഞ്ഞപ്പോൾ, കർത്താവ് ജീവിക്കുന്നു എന്നെനിക്ക് ബോധ്യമായപ്പോൾ അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരം പകുതി പിടിച്ചു വെച്ചോണ്ടുള്ളതല്ല, പകുതി ഒളിച്ചു വെച്ചോണ്ടതല്ല. ഒറ്റ മാനസാന്തരം എനിക്കുണ്ടായി. അത് ഒറിജിനൽ മാനസാന്തരമായിരുന്നു. ആ ഒരൊറ്റ മാനസാന്തരത്തിന്റെ ബേസിലാണ് ദൈവം എന്നെ ഇത്രയും സ്നേഹിച്ചത്. അല്ലാതെ നിങ്ങളെക്കാൾ ആരേക്കാൾ കൂടുതൽ ജ്ഞാനി ആയതുകൊണ്ടോ നിങ്ങളെക്കാൾ കൂടുതൽ സ്തോത്ര ശ്രേഷ്ഠനായതുകൊണ്ടല്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലേ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. സ്തോത്രം. ഇത്ര ശക്തമായി ദൈവസഭയെ ഉപദ്രവിച്ച എന്നെ എൻ്റെ ദൈവം ഇത്രയും മാനിക്കാൻ കാരണം എൻ്റെ മാനസാന്തരത്തിൽ വെള്ളം ചേർത്തില്ല, അതിൽ പതിരില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, പലവട്ടം പ്രാർത്ഥിച്ചിട്ടും പല കുരുക്കുകൾ അഴിയാത്ത ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഉറച്ചൊരു മാനസാന്തരം തയ്യാറാക്. ഡിസംബർ 31 ഞാനൊരു കണക്ക് പറയുമ്പോൾ അതൊരു പ്രവചനമായിട്ടൊന്നും കൂട്ടണ്ട. പക്ഷേ ഈ പുൽപ്പറ്റിൽ നിന്നൊരു ആത്മീക വെളിപ്പാട് പറയാം. ഇന്ന് രാത്രി മുറുകെ പിടിക്കുന്ന പുള്ളതും വിട്ടുകളഞ്ഞിട്ട് ഈ രാത്രിക്കാലം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി മാനസാന്തരപ്പെടാമെങ്കിൽ ഈ വർഷത്തെ കലണ്ടർ എടുത്ത് കളയുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുമ്പോൾ അതിവിടെ അംഗീകരിപ്പാൻ ആര് തയ്യാറാകുന്നു അവരുടെ മേൽ ആ ദൂത് വന്ന് വീഴുക. ശക്തിയോടെ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് അതിവിടെ ഫലിക്കട്ടെ, അതിവിടെ ഫലിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിവിടെ ഫലിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഒരു വാക്കോടെ പറയാതെ നിവൃത്തിയില്ല. കർത്തൃദാസന്മാരെന്ന നിലയ്ക്ക് നമ്മളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ എത്ര പേരെ കണ്ടിട്ടുണ്ട്. ചില വീട്ടിലൊക്കെ നമ്മൾ കിടന്നു പ്രാർത്ഥിച്ചാൽ ഏക്കുകയില്ല. സ്തോത്രം. ചിലയിടത്തൊക്കെ പോകുന്ന വഴിക്ക് സങ്കടത്തോടെ പറയുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ട് ഒരു വാക്ക്, കർത്താവേ സ്തോത്ര, ഫോണിലൂടെ എൻ്റെ ദൈവമേ അവരെ ഒന്ന് ഓർത്തേക്കണേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്ക് കൊണ്ട് ദൈവം വലിയ വിടുതൽ അയച്ച ചരിത്രവും നമുക്കുണ്ട്. അത് ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടല്ല. കാര്യങ്ങളുടെ കൂലങ്കക്ഷമായി പിന്നാമ്പുറം അന്വേഷിക്കുമ്പോൾ ഒരു സഭയുടെ പാസ്റ്റർ എന്ന നിലയ്ക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ മനസ്സിലായ എന്താണെന്നറിയാമോ? ആ കുടുംബത്തിൽ ഒരുത്തരെങ്കിലും ഒറിജിനൽ മാനസാന്തരമല്ലാതെ ദൈവത്തെ കളിപ്പിച്ചവനുണ്ടെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏക്കിയല്ല. അത് ഞാൻ പച്ചയ്ക്ക് പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചു പറയാ, നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു കൈവെപ്പ് നടത്തിയാൽ ഫലിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് സമസ്ത മേഖലയെ പിടിച്ചുകൊണ്ട് പറയുക, വളരെ പരിശ്രമിച്ചിട്ടും പലരെ മാറി മാറി നോക്കിയിട്ടും ഞങ്ങൾ ഈ പറയുന്ന വിടുതലൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എതിർ പ്രസ്താവനയ്ക്ക് കളമൊരുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് ദൈവത്തിനല്ല, ദൈവത്തിന് സഭയ്ക്കല്ല, സുവിശേഷത്തിനല്ല. സംഭവം എന്നാണെന്നറിയാമോ? ഒറിജിനൽ മാനസാന്തരമാണെങ്കിൽ നിന്റെ ഒരു തുള്ളി കണ്ണുനീരിന് ആസിഡിനേക്കാൾ പവറുണ്ടാവും. സത്യം പറയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാനോട് കൂറില്ലാതെ ഏതെങ്കിലും കാര്യസാധ്യം പ്രാപിക്കുന്നത് പോലെ തിരുമേനിയുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിപ്പാൻ ആരെങ്കിലും വെമ്പൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ 1 or 2 പ്രാവശ്യവും നടക്കും. പക്ഷേ ഇന്ന് രാത്രി സ്വർഗം എന്നോട് ദൂത് പറയാൻ പറയുന്നു, മാനസാന്തരം ശരിയല്ലെങ്കിൽ ഈ കുടുക്ക് മുറുകി പോകത്തേ ഉള്ളൂ. പിന്നത്തെ അതിൽ വഞ്ചിക്കപ്പെടരുത്. അതുകൊണ്ട് ഈ രാത്രിക്കാലം വിജയത്തിന് വേണ്ടി വിളിച്ചു പറയുകയാ, ഇതൊരു അടിസ്ഥാനമാക്കി മാറ്റാ. ഇന്ന് രാത്രി എല്ലാം കൂടി ഒന്നും പറ്റിയില്ലെങ്കിലും
ഒരു നല്ല അടിസ്ഥാനം ഇട്ട് വെക്കുകയാണെങ്കിൽ തന്നെ പിന്നത്തേതിൽ ബാക്കി കാര്യം നടക്കും. ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ പറയാം. നമ്മുടെ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെന്ന് ഇരിക്കട്ടെ. 2 ലക്ഷം രൂപ നമുക്ക് വീടില്ലാത്തൊരു കക്ഷിയാണ്. ആരോ നമുക്കൊരു 3 സെന്റ് സ്ഥലം തന്നു. 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും 2 ഉപദേശങ്ങൾ, 2 അഡ്വൈസുകൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു വീട് വെക്കാൻ തയ്യാറാകുക. 2 അഡ്വൈസുകൾ. ഒന്നാമത്തെ അഡ്വൈസ് ഇതാ: കടവും വിലയൊന്നും മേടിക്കാൻ നോക്കണ്ട, ബ്ലേഡിൽ നിന്ന് കൊടുക്കണ്ട, ലോൺ കൊടുക്കണ്ട. 2 ലക്ഷം രൂപയുണ്ടല്ലോ. 6 GI പൈപ്പും മേടിച്ച്, 5-6 ഷീറ്റും മേടിച്ച്, കുറച്ച് ചാക്കും പച്ചനെറ്റും കൂടി മേടിച്ച് 2 ലക്ഷം രൂപയ്ക്ക് പിള്ളേരെ കയറ്റി കിടത്താൻ, നനയാതെ കിടത്താൻ വേണ്ടി ഉള്ള കാശിനൊരു ചെറിയ ഷെഡ് അങ്ങ് ഉണ്ടാക്കുക. അതും വീടാണല്ലോ. നല്ല ഉപദേശം. മറിച്ചൊരു ഉപദേശം കിട്ടാൻ സാധ്യതയുള്ളൂ. അതെങ്ങനെയായിരിക്കും? മോനെ ഒരു കാര്യം ചെയ്യേ, 2 ലക്ഷം രൂപയുണ്ടല്ലോ, ഉള്ള കാശിന് നീ ഒരു തറ അങ്ങിട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാനൊരു കൊച്ചു ഉദാഹരണം പറയുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നീ ഇപ്പം തൽക്കാലത്തേക്ക് 4 കമ്പ് കെട്ടി, ഒരു നീലപ്പടതെ മേടിച്ച് കെട്ടി, പിള്ളേരെ ചാക്കും വിരിച്ച് കിടത്തിയാലും നാളെ നിന്റെ സ്ഥിതി മാറുമ്പോൾ ഒരു അടിസ്ഥാനമിട്ട് വെച്ചേക്കാമെങ്കിൽ ഈ 2 ലക്ഷം രൂപ നഷ്ടമല്ല, പിന്നത്തേത് ലാഭമാണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്ന് രാത്രി എല്ലാം ഒന്നും നടന്നിരിക്കുകയല്ല. ഈ രാത്രി ഒരു അടിസ്ഥാനമിട്ട് വെച്ചേക്കാമെങ്കിൽ, ഇന്ന് രാത്രി ഒന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി പോകാമെങ്കിൽ, ഈ രാത്രി തന്നെ ഒന്നും ആ വിഷയം നടന്നിരിക്കുകയല്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു അടിസ്ഥാനം ഇടാമെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ, നിന്റെ സന്തതി വളർന്നു വരുമ്പോൾ, നിന്റെ ഗതികേട് മാറുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഇതിന്റെ മോളിൽ പണിയാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. നിന്റെ അടിസ്ഥാനം നല്ലതാണെങ്കിൽ സ്വർഗം പണിതിരിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു ജ്ഞാനശില്പി എന്ന വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആർക്കിടെക്ചർ എഞ്ചിനീയറാ ദൈവം. ഒരു തെറ്റുമില്ല ഞാൻ പറഞ്ഞു. എന്നെ നെറ്റി നോക്കി നോക്കൊന്നും വേണ്ട. ദൈവമാണ് ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്തോത്രം പണിക്കാരൻ. ആത്മീകാട്ടൻ്റെ വിഷയം വീട് പണിയുന്ന കാര്യമല്ല. നിങ്ങൾ ഓർത്ത് നിങ്ങൾക്കൊരു കൊച്ചു വീടുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ ഒരു എഞ്ചിനീയറെ വിളിച്ചോണ്ട് പറയുക, സ്തോത്രതയായിരിക്കുന്ന വീട്, ബോസ് പാസ്റ്റർ ഒന്ന് ഞാൻ സഹായത്തിന് വേണ്ടി സ്തോത്ര ആ വീട്ടിനേക്ക് ഒന്ന് ചൂണ്ടുകാട്ടോ, സ്തോത്രം ആയിരിക്കുന്ന വീട് പൊളിച്ചിട്ടൊന്ന് പണിയാൻ വേണ്ടി താല്പര്യപ്പെടുക. അപ്പം നല്ലൊരു എഞ്ചിനീയർ വരിക. അപ്പോൾ പാസ്റ്റർ പറയുക, സ്തോത്രം ഒത്തിരി സ്തോത്രം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട, ഉള്ള കാശ് കൊണ്ട് ചെയ്യുക. ഈ തറയെ തന്നെ സ്തോത്രം ഞങ്ങൾക്ക് പണിയണം. പണിയാൻ പോകുന്നത് 2 നിലയിലായിട്ട് 3 നിലയിലായിട്ട് 4800 സ്ക്വയർ ഫീറ്റാണ് പണിയാൻ പോകുന്നത്. സ്തോത്രം. കേട്ടോളേ. അപ്പൊ എഞ്ചിനീയർ വന്നിട്ട് പറയാ, ഇത് 1-ാം തരം കരിങ്കല്ല, 75 വർഷം പഴക്കമുള്ള, ഇന്ന് ഈ ഇത് അതുപോലത്തെ കരിങ്കല്ല് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞാലും വിവരമുള്ള എഞ്ചിനീയർ ഇതിന്റെ പുറത്ത് 3 നില പണിയേല. പുള്ളി പറയും, ഇത് ഇളക്കി കളഞ്ഞിട്ട്, ഇത് മുഴുവൻ ഇളക്കി കളഞ്ഞിട്ട് ഈ കല്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ തന്ന പ്ലാൻ ഇവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ഇവിടെ വരുന്ന എഞ്ചിനീയറിനേക്കാൾ സമർത്ഥനായ എഞ്ചിനീയറാ സ്വർഗത്തിലെ ദൈവം. നീ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തമ്പുരാനെ കാണിച്ചു കൊടുത്തിട്ട് അത് മുഴുവൻ നിന്റെ മോളിൽ പണിയണമെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം മണ്ടനല്ല. നിന്റെ അടിസ്ഥാനം നോക്കിയിട്ട് ദൈവം നിന്റെ പ്രോജക്റ്റുകൾക്ക് സൈൻ ചെയ്യുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തോട് പറയുക, സ്തോത്രം. അനവധി കൂട്ടായ്മകൾ മാറി മാറി നോക്കിയിട്ടും, ഒരുപാട് പേരെ വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയിട്ടും പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് ദൈവത്തെ പുറംതിരിഞ്ഞ് കാണിക്കാൻ വരട്ടെ. ഈ രാത്രി സ്വർഗം പറയുന്നു, ആ ഫൗണ്ടേഷൻ ഒന്ന് പൊളിച്ചു കൊടുക്ക്. അതൊന്ന് മര്യാദയ്ക്ക് നിന്റെ പ്രോജക്റ്റിന് തക്കവണ്ണു ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ കാട്ടുകല്ല് പിറക്കി വെച്ച് പണിതതല്ല, ഇന്ന് രാത്രി ഞാൻ പൊളിച്ചു തരാം. നീ ഒരു പുതിയ തുടക്കം കുറിക്ക, ഞാൻ അതിന് തയ്യാറാന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ഇന്ന് രാത്രി ചിലത് ചെയ്യുന്ന എൻ്റെ ഉറച്ച വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇത് ചെയ്യട്ടെ. ഇന്ന് രാത്രി കാലം ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം. ഞാൻ 3 അത്ഭുതം പറയാമെന്ന് പറഞ്ഞ സമയമാണെങ്കിൽ കുതിച്ചോടുന്നു. നിങ്ങൾ ആരും ഈ വാച്ച നോക്കത്തില്ല. സത്യം പറയുവാണെങ്കിൽ 3 അത്ഭുതം പറയാം. സ്തോത്രം. ബാക്കി കാര്യം പറയാം. കേൾക്കണേ. സ്തോത്രം. 3 അത്ഭുതം പറഞ്ഞിട്ട് ഈ വാക്യത്തിൽ വന്ന് പറയാൻ പോകുന്ന സംഭവത്തിൽ വരണമെങ്കിൽ സമയം എടുക്കും. എങ്കിലും ഞാൻ ഓടിച്ചു പറയാം. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ 12 മണി വരെ പ്രസംഗിച്ചാലും കുഴപ്പമില്ലെന്നൊരു വലിയ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ പേരിൽ സ്തോത്രം. ആ ഉറപ്പിൻ്റെ പുറത്ത് ബാക്കിയോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ആരും ഇപ്പം പോകുകയും ചെയ്യരുത്. കൃത്യസമയത്ത് വിട്ടേക്കാം. 12 ആകുകയല്ല. സ്തോത്രം. വേഗത്തിൽ നമുക്ക് ബാക്കി പറയാം. കേട്ടോളേ. സ്തോത്രം. അടുത്ത ഈ അധ്യായത്തിലെ അടുത്ത അത്ഭുതം 32-ാം വാക്യത്തിൽ ആരംഭിക്കുക.
പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ ചെന്നു. അവിടെ 8 വർഷമായിട്ട് ഒരു മനുഷ്യൻ സൗഖ്യമാകാതെ കിടക്കുന്നു. സ്തോത്രം. വിശുദ്ധന്മാരുടെ ഇടയിലാണ്, പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ, വിശുദ്ധന്മാരുടെ ഇടയ്ക്കെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 8 കൊല്ലമായിട്ട് ഈ മനുഷ്യൻ ജീവച്ഛവം പോലെ കിടക്കുന്നു. ഇവരൊക്കെ പ്രാർത്ഥിച്ചു കാണും, വേദപുസ്തകത്തിലെ ആ കാലത്ത് കിട്ടിയ എല്ലാ കാര്യങ്ങളും ചെയ്തു കാണും, പക്ഷേ എഴുന്നേക്കുന്നില്ല. അപ്പോഴാ 8-ാം കൊല്ലം ഭാഗ്യവശാൽ പത്രോസ് ആ വഴിക്ക് വന്നു. അവൻ്റെ വീട്ടിൽ കയറി, കൂടുതലൊന്നും ചെയ്തില്ല, 3 ദിവസം പ്രാർത്ഥനയും വെച്ചില്ല. അവൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഐനയാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് കിടക്ക വിരിക്കാൻ പറഞ്ഞു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ മാത്രയിൽ 8 വർഷം പലരും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് ഇപ്പോൾ ചാടിപ്പടച്ചെഴുന്നേറ്റു. ഒരു വെളിപ്പാട് പറഞ്ഞുകൊണ്ട് എൻ്റെ വിശദീകരണം തരാം. 8 അല്ല 16 കൊല്ലം പഴക്കമുള്ള വിഷയമാണെങ്കിലും ദൈവത്തിന് വിഷയമില്ല. ഇന്ന് രാത്രി സമ്മതിക്കുന്ന മനസ്സോടെ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള ചില കേസുകൾ ഇന്ന് രാത്രി ദൈവം തീർത്തു തരും. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരല്പം കൂടി അന്തസ്സോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേക്കണം. പരിശുദ്ധ ദൈവം ഇന്ന് രാത്രി പറയുക, ചില കാര്യങ്ങളുടെ കുരുക്ക് ദൈവം അഴിക്കുക. വർഷങ്ങൾ പഴക്കമുള്ള, പലവട്ടം പ്രാർത്ഥിച്ചിട്ട് പലവട്ടം ഉപവസിച്ചിട്ട് തീരാത്ത ചില വിഷയങ്ങളുടെ സ്വർഗീയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കാലം നീട്ടുകയോ. നിന്റെ കുടുംബത്തിലെ കുരുക്കഴിയത്തില്ലെന്ന് ആര് പറഞ്ഞു? നിനക്കൊരു വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് ആര് പറഞ്ഞു? ഇന്ന് രാത്രി യേശു പറയുന്നു, അനവധി പേർ നോക്കിയിട്ട് നടക്ക ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം വിടുവിക്കാൻ പോകുകയാ. ഇനി എഴുന്നേക്കത്തില്ലെന്ന് പലരും പറഞ്ഞത് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. സ്തോത്രം. എങ്ങനെയാ നടന്നെന്ന് പറയണ്ടേ? 8 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് പത്രോസിന് വേണ്ടി ദൈവം വെച്ചുകൊണ്ടിരുന്നതാണോ? അതെയോ സ്തോത്രം എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാണ്? ഇതൊന്നും അല്ല വിഷയം. വിഷയം എന്താണെന്ന് ഞാൻ വേഗത്തിൽ പറയാം കേട്ടോ. സ്തോത്രം. 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ്? അങ്ങനെ യഹൂദിയ, ഗലീല, ശമരി എന്നീ ദേശങ്ങളിലൊക്കെ ഈ സഭയ്ക്ക് സമാധാനമുണ്ടായത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. കേൾക്കണേ, എന്താ വിഷയം ഞാൻ പറയാം, കേൾക്കണേ. 8 കൊല്ലമായിട്ട് നടക്കാതിരുന്നതും ഇപ്പം നടന്നതിൻ്റെ കാരണം എല്ലാ വാക്കൊന്നും വിശദീകരിക്കാൻ സമയമില്ല, ഉപവാസ പ്രാർത്ഥന അല്ലല്ലോ. ഒരു കാര്യം പറയാം, അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഈ പ്രദേശത്തുള്ള സഭയ്ക്ക്, ഈ യഹൂദ്യ, ശമരിയ, ഗലീല പ്രദേശത്തുള്ള സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഏത് പൊട്ടാത്ത കേസും പ്രാർത്ഥിച്ച പൊട്ടും. മരുന്നില്ലാത്ത രോഗം ഈ ഇരിക്കുന്ന കർത്തൃദാസന്മാർ ഒരു വാക്കി പ്രാർത്ഥിച്ച സൗഖ്യമാകും. ഞങ്ങളതിന് സാക്ഷികളാണ്. ഇന്ന് രാത്രി വെറുതെ കൈവപ്പിക്കുകയല്ല, വെറുതെ കൈയടിപ്പിക്കുകയല്ല. സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന പലരും അതിന് സാക്ഷികളാ. വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ കേസുകൾ എൻ്റെ ദൈവം ജീവിപ്പിച്ച് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കൃപയാൽ എടുത്തിയ ചരിത്രമാണ് ദൈവസഭയ്ക്ക് പറയാനുള്ളത്. എങ്ങനെയാ നടക്കുന്നതെന്ന് പറയാം കേട്ടോ. സ്തോത്രം. ഇവിടെ പറയുന്ന വാക്ക് കേട്ടോ, ആത്മീക വർധനവുണ്ടായി. ആത്മീക വർധനവ് കേട്ടെ. സ്തോത്രം. ചുമ്മാ ഒരു മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഹോളിനകത്തൊരു സീറ്റ് പിടിച്ചാൽ മാത്രം പോരാ. അടുത്ത കാര്യം പറയുക, അസാധാരണമായ കാര്യങ്ങൾ, ശത്രുവിനെ പോലും വെല്ലുവിളിക്കുന്ന ദുഷ്ടാത്മ ശക്തികളെ സ്തോത്രം ലജ്ജിപ്പിക്കുന്ന നിലവാരത്തിൽ വിരോധി പോലും ഞെട്ടുന്ന സർപ്രൈസായ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കണമെങ്കിൽ ആത്മീകം ഉണ്ടാവണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ യോഗവും ഈ പ്രാർത്ഥനയും ഞങ്ങളെപ്പോലത്തെ കർത്തൃദാസന്മാർക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്തിനാണെന്നറിയാമോ? ജനത്തിനും സഭയ്ക്കും ആത്മീക വർധന ഉണ്ടാകണം. ആത്മീകം വർദ്ധിച്ചാൽ 1 മണിക്കൂർ ഒരു ദൈവദാസനെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ 4 പേരുണ്ടെങ്കിൽ ഇരിക്കുന്ന ജനത്തിന് ആ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മീക വർധനവുണ്ടായാൽ വർഷങ്ങൾ പഴക്കമുള്ള ചില ദുഷ്ടന്റെ ശക്തികൾ അവരൊറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവം നിർവീര്യമാക്കും. കാരണം എന്താ? അവിടെ ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിച്ചു. ആത്മീകം കയറിയ വീടിനെ തൊടാൻ ഒരു ദുഷ്ടനും കഴിയല. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വിടാനും പറ്റിയല്ല. ആത്മീകം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞെങ്കിലല്ലേ ആത്മീക വർധനം എന്താന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ ആത്മീകം? സ്തോത്രം.
സാധാരണയൊക്കെ നമ്മൾ ഈ പെങ്കൊച്ചുങ്ങളൊക്കെ കല്യാണം ആലോചിക്കുകയും സ്തോത്രം കുഞ്ഞുങ്ങളുടെ പ്രപ്പോസലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഈ ആനുകാലിക പ്രസിദ്ധീകരണം കണ്ടല്ലോ, അതിനകത്തൊക്കെ തപ്പും. സ്തോത്രം ഞങ്ങളുടെ കൊച്ചിനോ അല്ലെങ്കിൽ ആരെങ്കിലും പാസ്റ്റർമാരോ അമ്മമാരൊക്കെ നോക്കും, അങ്ങനെ സഭയിലൊക്കെ പ്രായമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സാധാരണ ആ മാട്രിമോണിയൽ വിവാഹത്തിൻ്റെ പരസ്യമൊക്കെ വരുന്നതിനകത്ത് നോക്കിയാൽ കാണാം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇന്ന പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സുന്ദരിയും സുമുഖിയുമായ സ്തോത്രം മകൾക്ക് ആത്മീകരായ യുവാക്കളുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കുന്നു. നമ്മുടെ 3 കൊച്ചുങ്ങളെയും കെട്ടിച്ചു, അവർക്ക് മക്കളുമായി, നമുക്കിനി കൊച്ചുങ്ങളില്ല. എന്നാലും അടുത്ത ആഴ്ച അങ്ങനെ ഒരു പരസ്യം കണ്ടാൽ നിങ്ങൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് അപ്പനോട് ചോദിക്കണം, ഇങ്ങേര് ഉദ്ദേശിച്ച ആത്മീക എന്താ? സ്തോത്രം കേട്ടെ. ഇയാളുടെ മോളെ കെട്ടാൻ പോകുന്ന ആളിനെ കുറിച്ച് ഒറ്റ ഡിമാൻഡുള്ള ആത്മീകരായ ചെറുക്കന്മാരുടെ മാതാപിതാക്കളിൽ നിന്നാണ് അപേക്ഷ ചോദിക്കുന്നത്. അപ്പം എന്നോട് ചോദിക്കണം, എന്താ ആത്മീകം? പുള്ളി ഉദ്ദേശിക്കുന്ന ആത്മീയം എത്രയേ ഉള്ളൂ, എൻ്റെ കൊച്ചിനെ തല്ലരുത്, കള്ള് കുടിക്കരുത്, സ്തോത്രം കണ്ണുരുട്ടി കാണിക്കരുത്, അതാ പുള്ളി ഉദ്ദേശിക്കുന്ന ആത്മീകം. അത്രയേ ഉള്ളൂ. സ്തോത്രം. അപ്പം അതാണോ വാസ്തവത്തിൽ? ശല്യക്കാരനാകരുത്, എന്ത് പറഞ്ഞാലും വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നോളം ഒരു മണ്ടൻ കളിക്കണം, അതാണോ ആത്മീകം? അവരവരുടെ നിലവാരത്തിൽ ആത്മീയം വ്യാഖ്യാനിക്കണം, അതൊന്നുമല്ല കാര്യം. കാര്യം കേട്ടോളണം. ആത്മീകത്തെക്കുറിച്ച് അധികം വാക്യങ്ങളൊന്നും ബൈബിളിൽ അത് ഗ്രഹിച്ചെടുക്കേണ്ടത്. ഒരു വാക്യം കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. വാക്യം എങ്ങനെയാണ്? ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്, ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു. മനുഷ്യനെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നൊരു കാര്യമാണ് കേട്ടെ. ജനിക്കുമ്പോഴേ ഇനി ആരുടെ മോനായി മോളായി ജനിച്ചാലും, എത്ര വലിയ വീട്ടിൽ പഞ്ചപുച്ചു അടക്കി ജീവിക്കുന്ന ഭക്തരായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാലും, ഇങ്ങോട്ട് വരുമ്പോഴേ കൈപ്പിടിക്കകത്ത് ആത്മീകം കൊണ്ട് വരുന്ന ഒരുത്തനും ഇവിടെ ജനിക്കുന്നില്ല. ബൈബിള് പഠിപ്പിക്കുന്നു, നീ എത്ര വലിയ വീട്ടിൽ, എത്ര പ്രാർത്ഥനക്കാരന്റെ വീട്ടിൽ ജനിച്ചാലും, പൗലോസ് പറയുന്നു, സകല ക്രൈസ്തവ സഭകളും അംഗീകരിക്കുന്ന ധന്യനായ പൗലോസിലേക്ക് പറയുന്നു, സ്വത്ര ആത്മീകമല്ല പ്രാകൃതമാണ് ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ വരുന്നവനൊക്കെ പ്രാകൃതന. പിന്നെ ആത്മീക എപ്പോഴാ വരുന്നത്? 13-ാം വയസ്സിലോ 16? അങ്ങനെ വയസ്സൊന്നുമില്ല. അവിടെ ഒറ്റ ക്ലോസ് ഉണ്ട്, പിന്നത്തേതിൽ വരുന്നു. എപ്പോൾ വേണമെന്ന് ഇപ്പൊ വേണമെങ്കിൽ തീരുമാനിച്ചു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി കുറേം കൂടി ലോകമൊക്കെ അറിഞ്ഞ് ചാറൂറ്റി സ്തോത്രം പപ്പും തൂവലൊക്കെ പൊഴിയട്ടെ, എന്നിട്ട് ആത്മീകം വരാൻ ഓർത്ത കുറെ നഷ്ടം വഹിക്കണവർ അന്നേരത്തേക്ക് ഉണ്ടോന്ന് ആർക്കറിയാം? എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. ഈ രാത്രി സ്വർഗം പറയുന്നു, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ആ വാക്യത്തോടെ ചോദ്യം ചോദിക്കുക, എവിടെന്നാ വരുന്നേ? ആത്മീകം കൈമാറ്റം ചെയ്യുന്ന, ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനവും ലോകത്തിലില്ല. ആത്മീകം വരുന്നത് ആത്മീക സ്വർഗീയമാണ്, ദൈവികമാണ്. അത് വരുന്നത് ദൈവത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. ആത്മീകം ദൈവത്തിന്റെ ഒരു ഭാഗമാണ്, അതാണ് ഇങ്ങോട്ട് വരുന്നത്. 5 കുപ്പി കുടിച്ചോണ്ടിരുന്നവൻ കുടി നിർത്തി. സ്തോത്രം. അത്ര ലഹരിയുള്ളതല്ല ഇപ്പോ, അത്രയേ ഉള്ളൂ. സ്തോത്രം. ഓക്കെ, സ്തോത്രം. 5 പാക്കറ്റ് വലിച്ചോണ്ടിരുന്നവൻ അത് നിർത്തിയിട്ട് അതിന് പറ്റിയ മുട്ടായി മേടിച്ച് വയ്ക്കുന്ന അതൊന്നും അല്ല. യഥാർത്ഥത്തിൽ ആത്മീകം വന്നാൽ ആ നേരമാകുമ്പോഴേക്ക്, ആ കുടിക്കുന്ന നേരമാകുമ്പോഴത്തേക്കും വെപ്രാളമൊക്കെ കയറി ഒരു ഡബിൾ സോഡ അടിച്ച് 2 നാരങ്ങയും കൂടി പിരിഞ്ഞ് വാ പതയ്ക്കുന്നു എന്നും പറഞ്ഞ് സ്തോത്രം ഗ്യാസ് മിഠായും കൂടി തിന്നേണ്ട ഗതികേട് യഥാർത്ഥത്തിൽ ആത്മീകം വന്നവനുണ്ടാകുകയല്ല. സത്യം പറയുന്നു. ആത്മീകം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവം നേരിടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒതുക്കുന്ന, ദൈവീകത നഷ്ടപ്പെടുത്തുന്ന, ദൈവികമായ നിലവാരത്തെ മുഴുവൻ ഒതുക്കുന്ന സകലത്തെയും ആത്മീകം കൊണ്ട് തോൽപ്പിക്കാം. ആത്മീകം ഒരു ശക്തിയാണ്. ഈ ലോകത്തിലെ സകല വ്യവസ്ഥകളെ പൊളിക്കാൻ ഉയരത്തിലെ ദൈവം നമുക്ക് തരുന്ന ഒരു അപാരമായ ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്ന ആത്മീകം. അത് ഇന്ന് രാത്രി കുപ്പിക്കകത്ത് മേടിക്കാൻ കിട്ടിയല്ല, അത് ടിന്നിനകത്ത് നിറച്ച് കിട്ടിയല്ല. അത് ഇന്ന് രാത്രി ഹൃദയം തുറന്നു കൊടുത്താൽ, നിന്റെ ശരീരം വിട്ടുകൊടുത്താൽ, മനസ്സ് തുറന്നു കൊടുത്താൽ, എത്ര പേര് കേൾക്കുന്നുണ്ട്? നിന്റെ ജീവിതം വിട്ടുകൊടുത്താൽ അത് നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ്. വർഷങ്ങൾ പഴക്കമുള്ള പല കാര്യങ്ങളും ഒരു കുടുംബത്തിൽ ഒരാളുടെ അകത്ത് ആത്മീകം വന്നാൽ അന്നത് തീരാൻ തുടങ്ങും. സ്തോത്രം. പലവട്ടം മുട്ടിയിട്ടും തുറക്കാത്ത എത്രയോ വാതിലുകൾ
രക്ഷിക്കപ്പെട്ടപ്പോൾ തുറന്നിട്ടില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ആളുകളുടെ ചിന്ത സഭ മാറിയതോ പാട്ടിൻ്റെ ട്യൂൺ മാറിയതല്ല, നമ്മളറിയാതെ അകത്ത് ആത്മീയം വന്നു. യേശുവേ എന്ന് വിളിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, പരിശുദ്ധ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ തിരുവെഴുത്തുകൾ വായിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ കൽപ്പന അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആൾ ആത്മീകനാകും. ഇതിന് വർധനവുണ്ട്. ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നോർത്തിരിക്കുന്നവരും കേട്ടോ, ഇത് വർദ്ധിച്ചാൽ നീ ഒരു സംഭവമായി മാറും. സ്തോത്രം, മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ? നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ച അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന അപാരമായിരിക്കുന്ന ശക്തി ആത്മീകം. ഇന്ന് രാത്രി ആത്മീകം വർദ്ധിച്ചാൽ ദൈവം പറയുന്നു, ഇന്ന് രാത്രി ചിലരോട് നീ സ്വപ്നം കണ്ട പലതും, നീ ദർശനം കണ്ട പലതും അത് നിറവേറാതെ പോകത്തില്ല. അത് നിറവേറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആത്മീക ശക്തി വ്യാപരിച്ചാൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതും ദൈവം തുറന്നു വിടും. ഈ അധ്യായത്തിലെ 3-ാമത്തെ അത്ഭുതം, സ്തോത്രം, ഈ അധ്യായത്തിലെ 3-ാമത്തെ അത്ഭുതം അതിൻ്റെ 36-ാം വാക്യം മുതൽ ആരംഭിക്കുന്നത്. അത് യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന് പേരുള്ളൊരു ശിക്ഷ ഉണ്ടായിരുന്നു. അവള് അകാലത്ത് മരിച്ചു. സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക്, സ്തോത്രം, 37-ാമത്തെ വാക്യത്തിനകത്താണ് അവിടെ പറയുന്നു, ആ കാലത്ത്. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, ആ കാലത്ത്. ഏത് കാലത്താ? 31-ാം വാക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഏത് കാലത്താ? ആത്മീകം വർദ്ധിച്ച കാലത്ത്. ആ കാലത്തും പ്രശ്നമുണ്ടായി. ആ കാലത്തും മരിക്കത്തക്ക ദീനം പിടിവിട്ടു. സ്തോത്രം, ഇതൊക്കെ ചെയ്തിട്ടും ആളുകൾ ചോദിക്കുക, എന്നിട്ടും പ്രശ്നമുണ്ടായല്ലോ, എന്നിട്ടും രോഗം വന്നല്ലോ, എന്നിട്ടും സ്തോത്രം പ്രതിസന്ധി ഉണ്ടായല്ലോ, എന്നിട്ടും കൂട്ടം നിലവിളിക്കുള്ള വകയുണ്ടായല്ലോ. ഞാൻ ദൂത് പറയാം, ആത്മീകത്തിൻ്റെ കാലത്താണ് പ്രതിസന്ധി ഉണ്ടാകുന്നതെങ്കിൽ അതിനകത്തൊരു ജയം തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എല്ലാ കാലത്തും ഉണ്ടായതുപോലല്ല. അനവധി പ്രാവശ്യം പത്രോസ് ശൂന്യമായ പടകം കൊണ്ട് നിലവിളിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ആ രാത്രിയിലും സ്തോത്രം ഒന്നും പിടിച്ചില്ല. പക്ഷേ അന്ന് പ്രഭാതത്തിൽ യേശു പടകിൽ കയറി. യേശു കയറി കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലത്തെ ശൂന്യതയല്ല വരുന്നത്. അതിനൊരു പരിഹാരം ദൈവം ഉണ്ടാക്കും. അനവധി പ്രാവശ്യം കൊടുങ്കാറ്റും തിരമാലകളും പടകിനെ ഉലച്ചിട്ടുണ്ട്. എന്നാൽ യേശു കയറിയതിനു ശേഷം പടകിന് നേരെ പോരാട്ടം വന്നിട്ടുണ്ട്. പക്ഷേ മുമ്പുണ്ടായതുപോലെ അല്ല. അതിനെ ശാന്തമാക്കാൻ ഒരുവനുണ്ട്. ആത്മീകം ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം പ്രതിസന്ധികൾ വീട്ടിൽ കയറിയാലും അത് പരിഹരിക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവർ രാത്രി ദൈവത്തിന് ഒരുമിച്ച് സ്തോത്രം ചെയ്തോട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു വിടാം കേട്ടോ. സ്തോത്രം, നമ്മൾ വായിച്ച കുറിവാക്യത്തിന്റെ ഭാഗത്തേക്ക് വേഗത്തിൽ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതാനുണ്ടായ കാരണം, ആ കാരണം സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ലൂക്കോസ് പറയുന്നു. ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കും. അത് വായിച്ച് വേറൊരു വാക്യോടെ പറഞ്ഞ് വേഗത്തിൽ നമ്മൾ ഒന്നിച്ച് പിടിച്ച് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന് വായിച്ചേരെ. സ്തോത്രം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ ലൂക്കോസ് പറയുകയാണ്, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുക്കും. എന്താ സംഭവം എന്നറിയാമോ? ലൂക്കോസ് പറയുന്നു, തയോഫിലോസ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം ഈ ചരിത്രം എഴുതുന്നത്. പറയുന്നു, ഞാൻ 1-ാമത്തെ ചരിത്രം എഴുതി. അത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. അതെന്തായിരുന്നു? കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് താൻ മരിച്ച് കഷ്ടം അനുഭവിച്ച് സ്വർഗാരോഹണം ചെയ്തത് വരെയാണ്. യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും കൂടെ ചരിത്രം തീരുമെന്ന എഴുത്തുകാർ പോലും വിചാരിച്ചത്. പക്ഷേ അവിടെ കൊണ്ട് ചരിത്രം തീർന്നില്ല. സ്തോത്രം. പിന്നെയോ അടുത്ത വാക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇനി കേട്ടെ, വേഗത്തിൽ പറയുന്ന കേട്ടെ, കർത്താവായ യേശു ജീവിക്കുന്നു എന്ന് പ്രസംഗിച്ച് കേൾക്കുക മാത്രമല്ല, വായിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, വിശ്വസിച്ച ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടെ ദൈവം തെളിയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതെങ്ങനെയാ? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരങ്ങളുണ്ടല്ലോ, നീ ജീവന് തുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, കർത്താവേ അങ്ങ് ജീവിക്കുന്നു എന്ന് ഇതിനാൽ തെളിയണം.
ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിൻ്റെ മേൽ വന്നിരിക്കുന്ന പ്രയാസം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന നൊമ്പരം എന്ത് തന്നെയാണെങ്കിലും ഈ രാത്രികാലം ആത്മാവ് പറയുന്നു, അവൻ ജീവിക്കുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളെ കൂടെ തെളിയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിന്ന് രാത്രി പിടിച്ചെടുക്കാൻ ആര് തയ്യാറാകുന്നു, അവരെ ദൈവം ആകർഷിച്ച് അനുഗ്രഹിക്കാൻ പോകുകയാ. നിന്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിലെ ചില നൊമ്പരങ്ങൾ, നീ ശരീരത്തിൽ വഹിക്കുന്ന ചില കുരിശുകൾ, ചില മുൾക്കിരീടങ്ങൾ, അത് മുഴുവൻ നിന്നെ ഒതുക്കാനല്ല, നിന്നെ ഇല്ലാതെയാക്കാനല്ല, ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കാനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറ, എന്റെ ജീവിതത്തിൽ ചില ദൃഷ്ടാന്തങ്ങളിലൂടെ യേശു ജീവിക്കുന്നു എന്ന് തെളിയും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു എന്ന് ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കാൻ ദൈവം നിർബന്ധിതരായി. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. കാരണം പറയാം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഈ പുസ്തകമൊക്കെ എഴുതുന്ന കാലത്ത് യഹൂദന്മാർ വലിയ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. എന്തായിരുന്നു ആ കഥ എന്നുള്ള കാര്യം മത്തായി എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അതോടെ വായിച്ച് നമ്മൾ വാക്യം വായനകൾ നിർത്തിയ അവസാന ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന് വായിച്ചാലേ. മത്തായി 28:15. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. കേട്ടെ. സ്തോത്രം. എന്താ എഴുതിയത് നോക്കി? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ വേണ്ടുവോളം പണം കൊടുത്തു. സ്തോത്രം. പണം വാങ്ങിച്ചിട്ട് പറഞ്ഞ പ്രകാരം ചെയ്തു. അടുത്ത വാക്ക് ഇങ്ങനെയാ, ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ പ്രചാരത്തിലായിരിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? പറയാം. സ്തോത്രം. കേൾക്കണേ. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. യേശു മരിക്കുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ ക്രൂശിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, താൻ ജീവിച്ചിരുന്ന കാലത്ത് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 നാൾ കൊണ്ടത് പണിയും. സ്തോത്രം. സ്തോത്രം. 3 നാൾ കൊണ്ടത് പണിയും. ഇത് യെരൂശലേം ദേവാലയത്തെ കുറിച്ചല്ല, തൻ്റെ ശരീരത്തെ കുറിച്ചാണെന്ന് സ്തോത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. 2, യോന കടലാനയുടെ വയറ്റിലിരുന്നത് പോലെ 3 രാവും 3 പകലും മനുഷ്യപുത്രൻ ഭൂമിയുടെ അകത്തിരിക്കണമെന്ന് യേശു പറഞ്ഞു. ഇതും ആത്മീകമാണ്. സ്തോത്രം. അതും കർത്താവായ യേശുവിനെ 3 ദിവസത്തിൽ കൂടുതൽ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല എന്നതിൻ്റെ സൂചനയാണ്. അപ്പൊ യേശു ഒരു പ്രവചനം പറഞ്ഞിരുന്നു, ഒരു വെളിപ്പാട് പറഞ്ഞിരുന്നു. കർത്താവിനെ ക്രൂശിച്ചു, അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അവരെ അടക്കി. കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. വാക്കു പറഞ്ഞാൽ ഇതുപോലെ പാലിക്കുന്നൊരു ദൈവം വേറെയില്ല. അവന് പ്രതികൂലങ്ങൾ വിഷയമല്ല, എതിരുകൾ വിഷയമല്ല. ഒരു സൈന്യം നേരെ നിന്നാലും യേശു എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിപ്പാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ആ വാക്യം നിങ്ങൾക്ക് തരികയാ. ഒരാണ്ട് തീരാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ആത്മാവിനോട് പറയാൻ പറയുന്നു, നിന്നെ കുറിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി എത്ര വലിയ പ്രതികൂലങ്ങൾ നേരിട്ടാലും, ഒരു സൈന്യം മുഴുവൻ നിന്നെ കാവൽ നിർത്തിയാലും, പറഞ്ഞത് യേശുവാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവന്റെ വാക്കിനെ പൊളിപ്പാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി നിറവേറ്റുവാൻ ദൈവം ഒരുങ്ങുകയാ. വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. പറഞ്ഞത് യേശുവാണെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. കല്ലറ പൊളിച്ചാണെങ്കിലും വാഗ്ദത്തം കർത്താവ് നിറവേറ്റാതിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു. പട്ടാളം കാവൽ നിൽക്കുക. അതിരാവിലെ മറിയം സഹോദരിമാരൊക്കെ സുഗന്ധദ്രവ്യമായിട്ട് കല്ലറയ്ക്ക് വരുന്നതിനേക്കാൾ മുമ്പ് പട്ടാളം കണ്ടു യേശുവിന്റെ കല്ലറയുടെ വാതികലെ കല്ലുരുണ്ട് മാറിയിരിക്കുന്നതും. അവരകത്തേക്ക് നോക്കുമ്പോൾ യേശു അതിനകത്തില്ല. നോക്കണേ, പട്ടാളം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് റോമൻ ഗവൺമെന്റിനെയാണ്. പക്ഷേ പട്ടാളം നേരെ റിപ്പോർട്ട് ചെയ്തത് പുരോഹിതന്മാരുടെ അടുക്കല.
അവരടുക്ക ചെന്ന് പറഞ്ഞു, പണി മുഴുവൻ പോയി. കാരണം എന്താ? സ്തോത്രം, നമ്മൾ കല്ലറ എത്ര ഉറപ്പിച്ചാലും, ഞങ്ങൾ കാവൽ നിന്നാലും, വെളുപ്പാൻ കാലത്ത് യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. കല്ല് മാറിയിരിക്കുന്നു, കുറെ പഴന്തുണികൾ മാത്രമേ അവിടെ ഉള്ളൂ. യേശു ഉയർത്തെഴുന്നേറ്റു. ഈ വാർത്ത പുരോഹിതന്മാരുടെ പാളയത്തെ കിടുകിട വിറപ്പിച്ച് അവരൊന്നിച്ച് നേരം വെളുക്കുന്നതിനകം സൂര്യൻ പരപര ഉദിച്ചു വരുന്നുള്ളൂ. ആ സമയത്ത് കല്ലറവാതൊക്കെ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞത് ശരിയാ, യേശു അതിനകത്തില്ല. ഉടനെ പുരോഹിതന്മാർ കാവൽ നിന്ന പട്ടാളത്തിന്, അവിടെ വായിച്ചത് മത്തായി 28:15 വായിച്ചത് അതാ, കാവൽ നിന്ന പട്ടാളത്തിന് വേണ്ടുവോളം പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകമറിയരുത്. പിന്നെ എന്താ വേണം? നിങ്ങൾ ഈ 10-72 മണിക്കൂർ പ്രമാദമായ കേസിന്റെ വിസ്താരവും അറസ്റ്റും ശിക്ഷാ നടപടികളും നടത്തിപ്പുമൊക്കെ ആയി ആകപ്പാടെ കഴിഞ്ഞ രാത്രി ശിക്ഷയും നടപടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ശാരീരിക ക്ഷീണം കൊണ്ട് ഞങ്ങൾ അബദ്ധത്തിൽ ഉറങ്ങിപ്പോയപ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ മൃതശരീരം എടുത്തോണ്ട് പോയതാണെന്നേ പറയാവൂ, ഉയർത്തെഴുന്നേറ്റെന്ന് പറയരുത്. സ്തോത്രം. ആവശ്യത്തിന് കൈക്കൂലി കൊടുത്തു, പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉദ്യോഗത്തിനോ നിങ്ങളുടെ ജീവനോ ഹാനി വരുവാണെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ പിടിപാടുള്ളത് കൊണ്ട് രാഷ്ട്രീയപരമായിരിക്കുന്ന നീക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കോളാം. ഞങ്ങൾ ഗവർണറോട് പറഞ്ഞ് നിങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ജോലിയെയും നിലനിർത്തിക്കോളാം. ഈ പണം വാങ്ങിച്ച പട്ടാളം യഹൂദന്റെ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു, യേശു ഉയർത്തതല്ല, യേശുവിൻ്റെ മൃതശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തതാന്ന് പ്രചരിപ്പിക്കുകയാണിവർ. ഈ കഥ കാട്ടുതീ പോലെ പടർന്നെന്ന മത്തായി എഴുതിയിരിക്കുന്നു. യഹൂദന്റെ സിനഗോഗുകളിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പരുവത്തിലുള്ള കുഞ്ഞുങ്ങളെ എബ്രായ ഭാഷ പഠിപ്പിക്കാനും ന്യായപ്രമാണം പഠിപ്പിക്കാനും വിടുമ്പോൾ സിനഗോഗിലെ റബിമാർ അവരെ പഠിപ്പിക്കും, നമ്മുടെ നാട്ടിൽ യേശു എന്ന് പറയുന്ന ഒരു കള്ളൻ ഉണ്ടായിരുന്നു, അവൻ നമ്മുടെ മതത്തെ ഭേദിച്ചു, മോശയ്ക്കും ദൈവാലയത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി അവൻ പ്രസംഗിച്ചു, അവൻ നമ്മുടെ മതത്തിൽ നിന്ന് ആളുകളെ കൂട്ടി, ദൈവം അവനെ ശിക്ഷിച്ചു, കൊടുക്കാവുന്ന ശിക്ഷയിൽ പരമാവധി വാങ്ങിച്ചു കൊടുത്തവനെ മരത്തിൽ തൂക്കി കൊന്നു. അവന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന കുറെ ആളുകൾ കവലതോറും തമ്പേറും കൊട്ടി നടന്ന് പറയുന്നുണ്ട് അവൻ ഉയർത്തുന്നു. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം എന്ന് യഹൂദന്റെ സിനഗോഗുകളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പോലും റബിമാർ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കുന്ന കാലത്താണ് തർസോസിൽ നിന്ന് ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകൻ ബെന്യാമീൻ ഗോത്രക്കാരനെ യെരുശലേമിൽ ഗമാലിയേൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ന്യായപ്രമാണ സ്കോളറുടെ അടുക്കൽ വിട്ട് ന്യായപ്രമാണം പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു നല്ല പ്രായത്തിൽ. അങ്ങനെ യെരുശലേമിൽ വന്ന് ഇവൻ ന്യായപ്രമാണം പഠിപ്പിച്ചപ്പോൾ ഗമാലിയേൽ എന്ന റബി തീർച്ചയായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്, യേശു എന്നൊരുവൻ ഇവിടെ വന്നിരുന്നു. അവൻ ഒരുപാട് ആളുകളെ പുത്തൻകൂറ്റുകാരായിട്ട് കൂട്ടി ആളുകളെ സംഘടിപ്പിച്ചു, പുതിയ ഉപദേശമൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവം അവനെ ന്യായം വിധിച്ചു. നല്ല പ്രായത്തിൽ അവനെ ക്രൂശിച്ചു കൊന്നു. അതിൻ്റെ ഒന്നാമത്തെ ചതിയേക്കാൾ വലിയ വഷളത്തമായ രണ്ടാമത്തെ ചതി ഇതാണ്. അവൻ്റെ മൃതശരീരം അവൻ്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി, എവിടെ മറവ് ചെയ്തെന്ന് പോലും അറിയല്ല. എന്നിട്ട് അവർ പ്രചരിപ്പിക്കുകയാണ് യേശു ഉയർത്തു എന്ന്. ഈ മാർഗക്കാരെ കണ്ടാൽ മുച്ചൂട് മുടിച്ച് നശിപ്പിച്ചേക്കണമെന്ന് ഗമാലിയേൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എരിവ് കയറിയ ശൗൽ എന്ന ചെറുപ്പക്കാരൻ ആ ദൗത്യം ഏറ്റെടുത്തു. യെരുശലേമിൽ ഈ മാർഗക്കാരെ മുഴുവൻ ഉപദ്രവിച്ചു. അപ്പോഴാണ് അറിയുന്നത്, ദമസ്കോസ് എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ ഈ മാർഗത്തിൽ ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. അവരെ തേടി വാഹന മൃഗത്തിൽ ഒരു കൂട്ടം ആളുകളുമായി സ്തോത്രം പോകുന്ന വഴിക്ക് നട്ടുച്ചയ്ക്ക് ദമസ്കോസിന്റെ പട്ടണ മുനാരങ്ങൾ കാണുന്ന ദൂരത്തിൽ സൂര്യൻ തലയ്ക്ക് മീതെ കത്തിക്കാളി നിൽക്കുമ്പോൾ ശൗൽ എന്ന് പറയുന്ന നമ്മുടെ പൗലോസ് വാഹനമൃഗത്തിൽ രാഷ്ട്രീയക്കാരനെ പോലെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് സ്തോത്രം അവനെ വാഹനമൃഗത്തിൽ നിന്ന് തട്ടി താഴെയിട്ടു. സ്തോത്രം. ആ വീഴ്ചയിൽ ആഘാതത്തിൽ അവന്റെ 2 കണ്ണുകൾ നഷ്ടപ്പെട്ടു. താഴേക്ക് വീഴുന്ന മാത്രയിൽ കർത്താവ് പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഉടനെ താഴെ വീണ ശൗല് തിരിച്ചു ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഒരു യഹൂദനായതുകൊണ്ട് അങ്ങനെ ചോദിച്ചേട്ടോ. നമ്മളെപ്പോലെ
പാട്ടും പാടി പ്രാർത്ഥിക്കുന്ന വലിയ പെന്തിക്കോസുകാരാണെങ്കിൽ നീ ആരുടെ പിശാചെന്നേ ചോദിക്കുകയുള്ളൂ. കാരണം നമുക്ക് തൊടുന്നതും പിടിക്കുന്ന എല്ലാം പിശാചാണല്ലോ. വണ്ടി പഞ്ചറായ പിശാജ്, സ്തോത്രം, പോകാൻ നേരത്ത് മഴ പെയ്ത പിശാജ്, എല്ലാം പിശാചാണല്ലോ. യഹൂദൻ്റെ ഒരു ക്വാളിറ്റി പറയാം, ഒരിക്കലും സാത്താനെ അവർ പ്രൊമോട്ട് ചെയ്യുകയല്ല. അവരെ തള്ളിയിട്ടാലും സാത്താന് ഞങ്ങളെ തൊടാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. അതുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരികയല്ല. ഇനി എല്ലാം കൂടി ഇടിഞ്ഞു പണിഞ്ഞ് താഴെ വീണാൽ അവൻ ചോദിക്കുകയല്ല സാത്താനാണോ എന്ന് ചോദിക്കാൻ നടക്കുകയല്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് അവൻ്റെ കൂടാരത്തിനും അവനും ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി എൻ്റെ ദൈവം പൊളിക്കാതെ ഒരു സാത്താനും ഞങ്ങളുടെ തലമുടി പോലും തൊടാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പഴയ നിയമസഭ. അങ്ങനെയാണെങ്കിൽ പുണ്യാക രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എത്ര ഉറച്ച് വിശ്വസിക്കണം, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കകത്ത് ജീവിക്കുന്നവരെ ഒരു സാത്താനും തൊടാൻ പറ്റിയാല. സ്തോത്രം. പൗലോസ് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് യേശുവിനോടാ ചോദിച്ചതെന്ന്. കാരണം യേശു എന്നൊരു കഥാപാത്രം പൗലോസിന്റെ അകത്തില്ല. പിന്നെ ആരെയാ കർത്താവേ എന്ന് വിളിച്ചേ? യഹൂദന്റെ കർത്താവ് യേശു അല്ല. ആ കാലത്ത് ബൈബിളിൽ പറയുന്നൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 2:35 എൻ്റെ ഓർമ്മ പല പ്രാവശ്യത്ത് കാണുന്നുണ്ട്. ഭാഗം എങ്ങനെയാണ്? നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠയാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പൊ എത്ര കർത്താവുണ്ട്? ആണ്ടറ കണക്ക് പറയല്ലേ. സ്തോത്രം. ആ വാക്യം കേട്ടോ? ഒരു കർത്താവ് മറ്റേ കർത്താവിനോട് പറയുക, കുറച്ചു നാളും കൂടി എൻ്റെ പാദപീഠത്തിൽ. അവിടെ തന്നെ രണ്ട് കർത്താവുണ്ട്. യഹൂദൻ വിശ്വസിക്കുന്ന കർത്താവ് യഹോവയായ ദൈവമാണ്. ബൈബിളിൽ ആദ്യമായി ദൈവത്തെ കർത്താവ് എന്ന് വിളിച്ച അബ്രഹാമാണ്. ഉൽപ്പത്തി 15 ഒരു മനുഷ്യൻ ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവന്റെ സ്ഥിതിയും മാറ്റുകയാ. അത്രയ്ക്ക് വലിയ ബന്ധമാണ് ദൈവത്തെ കർത്താവായി വാഴിക്കുന്നത്. ഇന്ന് രാത്രി യേശുവിനെ നിങ്ങൾ എങ്ങനെ ധരിച്ചു വെച്ചാലും കർത്താവ് നിങ്ങൾക്ക് കർത്താവായി, പത്രോസ് എഴുതിയിരിക്കുന്നു, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വാഴിപ്പീൻ. അവൻ അത്ഭുതം ചെയ്യുന്നവനായിരിക്കാം, വിടുതൽ തന്നവനായിരിക്കാം. ഇതൊക്കെ സത്യമാണെങ്കിലും ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ കൺട്രോൾ മുഴുവൻ അവൻ ഏറ്റെടുക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തെ മുഴുവൻ അവൻ നയിക്കണമെങ്കിൽ ഈ രാത്രി യേശുവിനെ സ്തോത്രം നീ കർത്താവായി വാഴിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശുവിനെ കർത്താവായി അംഗീകരിച്ചാൽ അത്രയും വലിയ ഭാഗ്യം വേറൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശുവിനെ കർത്താവായി അംഗീകരിക്കാൻ പറ്റാതെ അത് ഉള്ളതുപോലെ അർത്ഥത്തിലെടുക്കാൻ കഴിയാത്ത ഏതൊരു മനുഷ്യനും ഇവിടെ ജീവിച്ചാലും പൗലോസ് എഴുതിയിരിക്കുന്നു, എന്നാണേ സകല നാവും അവനെ കർത്താവേ എന്ന് വിളിക്കേണ്ടി വരും. അതെപ്പോഴാണെന്നറിയാമോ? മരിച്ചവർ ആബാലവൃത്ത സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നൊരു ദിവസം വരും. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, ഈ ഭൂമി മാറിപ്പോകും. നിത്യശൂന്യത്തിന്മേൽ ദൈവത്തിന് സിംഹാസനം വെക്കും. ആദാമ്യ വർഗം മുഴുവൻ സിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. അവിടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ആ തീപ്പൊയ്കയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ആ സിംഹാസനത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ആ മുഖത്തേക്ക് നോക്കിയിട്ട് അവനെ പള്ളു പറഞ്ഞവരും അവനെ കൂട്ടരെ തല്ലിച്ചതച്ചവരും എന്റെ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ച് തീപ്പൊയ്കയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ കർത്താവ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിളിക്കുക മാത്രമല്ല, അവനെ കർത്താവായി വാഴിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച മാത്രയിൽ മോളിൽ നിന്ന് മറുപടി വന്നു. മറുപടി ഇതാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നിങ്ങൾ കേട്ടെ, സ്തോത്രം. യേശുവിനെ യേശു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം ബൈബിളിൽ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തുള്ള യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ ജീവനാണ്, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ഇടയനാണ്, സ്തോത്രം, ഞാൻ വാതിലാണെന്നൊക്കെ പറഞ്ഞു. ഒരിടത്ത് പോലും യേശുവിന്റെ ഐഡന്റിറ്റി കാർഡിൽ ഞാൻ യേശുവാണെന്നും പറഞ്ഞ് എങ്ങും ചെയ്തിട്ടില്ല. പലരും അവനോട് ചോദിച്ചു, നീ ആരാന്ന് പറ. യേശു മിണ്ടിയില്ല. എന്നാൽ യേശുവാണെന്ന് പറഞ്ഞത് ഇവിടെ മാത്രമാണ്. എന്താ അതിന് കാരണമെന്നും കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ മാർഗത്തിൽ അല്ലെങ്കിൽ സ്തോത്രം പൗലോസിനെ പോലുള്ളവരെ യഹൂദന്റെ മാർഗക്കാർ പഠിപ്പിച്ചിരുന്നു, യേശു ഉയർത്തട്ടില്ല, അവൻ മരണം കൊണ്ട് തീർന്നവനാണ്. സ്വർഗം നിശ്ചയിച്ചു, ഇതൊരു ദൃഷ്ടാന്തത്തിലൂടെ തെളിയിക്കണം. അതിന് കർത്താവ് കണ്ടുപിടിച്ച ആളാണ് ശൗൽ എന്ന പൗലോസ്.
അവൻ്റെ മുമ്പിൽ അവൻ്റെ മതം അവനെ പഠിപ്പിച്ച മരണം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ ഈശോ മശിഹ അവൻ്റെ തലയ്ക്ക് മീതെ യേശുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം. ആ സെക്കൻഡിൽ വികാര വിചാരങ്ങളെ വിവേചിപ്പാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പൗലോസിൻ്റെ ഹൃദയത്തിൽ വന്ന തോന്നൽ ഞാൻ പറയാം. ഇവൻ്റെ മതം അവനെ പറ്റിച്ചു. സ്തോത്രം. അവൻ്റെ ഗുരുക്കന്മാർ അവനെ പറഞ്ഞു പഠിപ്പിച്ചത് പച്ച കള്ളമായിരുന്നു. യേശുവിൻ്റെ മൃതശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവർ പ്രചരിപ്പിക്കാന്ന് പറഞ്ഞതല്ല ശരി, യേശു ഉയർത്തതാണ് സത്യം. ഇത് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാരൻ അന്ന് ആയുധം താഴെയിട്ടു. അവൻ യൂദയുടെ വീട്ടിൽ പോയിരുന്ന അനന്യാസിനെ പറഞ്ഞയച്ച് അവൻ കൈവച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പന് പോലെ എന്തോ വീണുപോയി. പിന്നെ വേറൊന്നും ചെയ്യേണ്ടി വന്നാൽ അവൻ എഴുന്നേറ്റ് സ്നാനപ്പെട്ടു, ബലം പ്രാപിച്ചു. അന്ന് മുതൽ അവൻ ദൈവസഭയുടെ ശക്തനായ വാഗ്മിയും പ്രഭാഷകനുമായി മാറി. ഇന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞ ദൂതന്റെ കൺക്ലൂഷൻ പറയാ, സ്വർഗം ചില കാര്യങ്ങൾ തെളിയിക്കാൻ പോകുന്ന വർഷമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് 2019 ഇന്നലെ വരെ പച്ച കള്ളം പറഞ്ഞ് അനേകരുടെ മുമ്പിൽ ദൈവം തെളിയിക്കാൻ പോകുകയാ. യേശു ജീവിക്കുന്നു എന്ന്, അവൻ മടങ്ങി വരുമെന്ന്, ആത്മീക ജീവിതം ഉണ്ടെന്ന് സ്വർഗം തെളിയിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ യൗവനക്കാരെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ദേശത്തുള്ള പലരെയും കള്ളക്കഥകൾ പ്രചരിപ്പിച്ച ദുഷ്ടശക്തികൾ ഇന്നലെ വരെ മറ പിടിച്ചെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് രാത്രി പറഞ്ഞു നിർത്തുന്നു, സ്വർഗം ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കും. എത്ര ദൈവമക്കൾ കലയപുരത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? എന്തെങ്കിലും പറഞ്ഞ് നിർത്തുകയല്ല കർത്താവേ, നീ ചിലരുടെ മുമ്പിൽ ദൃഷ്ടാന്തത്തിലൂടെ തെളിയിക്കണം. സ്വോത്രം. കള്ളക്കഥകൾ പൊളിക്കുന്നവനാ ദൈവം. ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഈ രാത്രി നമ്മൾ ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആത്മാവിൽ പറയാം, എത്ര വലിയ കള്ളപ്രചരണങ്ങൾ ദൈവസഭയ്ക്കോ ദൈവജനത്തിന് വിരോധമായി നടത്തിയാലും കുറെ കാലം ദൈവം ക്ഷമിക്കും. അത് കഴിയുമ്പോൾ ദൈവ കഥ പൊളിക്കും. 32 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞങ്ങൾ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവായ യേശുവിനെ കണ്ടെത്തുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് കള്ളു കുടിച്ച് മതോന്മത്തനായി ജീവിതം മുഴുവൻ നശിപ്പിച്ച് മാരക രോഗങ്ങൾ കൂടുകൂട്ടിയ ഞങ്ങളുടെ വീട്ടിൽ കർത്താവിന്റെ ദാസന്മാരെ ദൈവം പറഞ്ഞയച്ച് രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ ജീവിതം സ്വോത്രം പച്ചപിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ചാർച്ചക്കാർക്ക് മുഴുവൻ അങ്ങ് വല്ലാത്ത വിഷമമായി. ഞങ്ങൾ പോയ മാർഗം തീർത്തും സ്തോത്രം പച്ച കള്ളമാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു മുറ്റത്ത് പന്തൽ കെട്ടി സ്തോത്രം സ്തോത്രം ചില ആളുകൾ ഒരു പ്രസംഗികരെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു. ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ 14-15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ പഴയ ഓലമേഞ്ഞ വീടിൻ്റെ തിണ്ണേലിരുന്ന് അന്ന് ആവേശത്തോടെ ആ പ്രസംഗികൻ പ്രസംഗിച്ചൊരു പ്രസംഗം അതെൻ്റെ ഓർമ്മയിൽ വരുന്നു. അതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ കേൾക്കണേ. അന്ന് അവർ പറഞ്ഞു, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്വർഗസ്ഥനായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമല്ലോ. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരെല്ലാം കൈയൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. അന്ന് ആ പ്രസംഗിക്കുക എന്താണെന്നറിയാമോ? ഇവരെല്ലാരും കൂടി ഒന്നിച്ചുകൂടി പാട്ടുപാടി തമ്പേടിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ കലബില എന്ന് പറയുന്ന ഒരു ഭാഷ പറയും. കൂടപ്പറപ്പുകളെ ആ പ്രസംഗിയും പറയുക. ആ ഭാഷ എന്താണെന്നറിയാമോ? പണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി ഇത് ഈ നാട്ടിലെ മാർഗമല്ല, സായിപ്പിന്റെ മാർഗമാ. മദാമേ സായിപ്പും കൂടി പാക്കപ്പലിൽ പണ്ട് കേരളത്തിലേക്ക് വന്നപ്പോൾ ചുഴലിക്കാറ്റിൽപ്പെട്ട് കപ്പൽ മുങ്ങി. ഇവരിവിടെ കാത്തിരിക്കുകയായിരുന്നു. പാവപ്പെട്ടവർക്ക് അപ്പയും കാന്താരിയും നിന്നവർ പാൽപ്പൊടിയും പയറും കിട്ടുമെന്നോർത്ത് കാത്തിരിക്കുമ്പോൾ കപ്പല് മുങ്ങി. കാത്തിരുന്നവര് വന്നില്ല. ആ നിരാശയിൽ ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ മദാമ്മയുടെ പ്രേതം വന്ന് കൂടുന്നതാ ഈ പറയുന്നതെന്ന്. കുറെ നാൾ ആ കള്ളക്കഥ ഞങ്ങളുടെ നാട്ടിൽ പ്രചരിച്ചു. ആ പ്രസംഗിച്ചവനെ അടക്കം ദൈവം അന്യഭാഷ പറയിപ്പിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാൻ നോക്കിയാൽ ഒത്തിരി പറയേണ്ടി വരും. അതുകൊണ്ട് പറയാം, ഏത് കള്ളക്കഥയും സുല്ലിട്ട് സമ്മതിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ, നീ ഇറങ്ങിയ മാർഗം ഭോഷ്കല്ല, നീ കേട്ട ദൂത് ഭോഷ്കല്ല, നീ കേട്ട ആലോചന ദൈവത്തിൻ്റെതാണെങ്കിൽ അതിന്റെ പുറകിൽ ഗൂഢാലോചന നടത്തുന്ന എത്ര വലിയ ശക്തികളാണെങ്കിലും അവരെ ഈ മാർഗത്തിലേക്ക് വരുത്താൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം ആത്മാർത്ഥതയോടെ കരമടിച്ച് ദൈവാത്മാവിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും കൂടി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദയവായി 1 സെക്കൻഡ്, 1 മിനിറ്റോടെ ഞാൻ ചോദിക്കുന്നു. 1 മിനിറ്റ് എഴുന്നേൽക്കാം. ഈ സമയത്ത് സാധാരണ ഒരു മലയാളിയെ പോലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഓടിപ്പോകുന്ന ആളുകൾ എല്ലാ യോഗത്തിലുണ്ട്. ഇവിടെ അതില്ലെന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റോടെ ദയവായി ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. എല്ലാ കണ്ണും അടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചേ.
ശ്രേഷ്ഠനായൊരു ദൈവദാസൻ, എനിക്ക് ആത്മീകമായി വളരെ ബന്ധമുള്ള ദൈവദാസനാണ്. അദ്ദേഹം എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ എവിടെയെങ്കിലും പറയുന്ന ഏതെങ്കിലും 2 പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകണമെന്നല്ല എൻ്റെ മനസ്സിൽ വന്നത്. എൻ്റെ ഹൃദയത്തിനകത്ത്, പ്രാർത്ഥനാ മുറിക്കകത്തൊരു ദൂത് ദൈവം പറയാൻ നിശ്ചയമായിട്ട് എൻ്റെ ഹൃദയത്തിൽ തന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞു നിർത്തുന്നത്, ദൈവമക്കൾ ചെവി തുറന്ന് കേട്ടോ, ദൈവം ചില കാര്യങ്ങൾ ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വാള് രാഗി ആത്മീക ശുശ്രൂഷയുടെ കൃപ നീ സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനകളിൽ ദൃഷ്ടാന്തങ്ങൾ തെളിഞ്ഞു വരും. വിരോധിക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ചില അടയാളങ്ങൾ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യും. പ്രാർത്ഥന വരമുള്ള ശുശ്രൂഷയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിക്കാലം ഒന്ന് വിശ്വസിച്ചേ. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ സുവിശേഷം പറയുന്ന ആളാണെങ്കിൽ, നീ പ്രബോധിപ്പിക്കുന്ന ആളാണെങ്കിൽ, നീ ആളുകളുടെ അടുക്ക പോയി ദൈവവചനം പറയുന്ന ആളാണെങ്കിൽ, അടുത്ത നാളുകൾ അത്ഭുതത്തിന് ദിവസങ്ങൾ വരികയാ. സ്വർഗം ചില ദൃഷ്ടാന്തങ്ങൾ തെളിയിക്കാൻ പോകുകയാ. ആർക്കും വേണ്ടാത്ത തള്ളിക്കളഞ്ഞ പല കേസുകളും നിന്റെ പ്രാർത്ഥനയാൽ ദൈവം വിടുതലാക്കി തരൂ. ഉറച്ച മാനസാന്തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഈ രാത്രി ഉച്ചസ്വരത്തോടെ ആത്മാവിൽ പറ, ദൈവം ചില കാര്യങ്ങൾ തെളിയിക്കൂ. യൗവനക്കാർ കൂട്ടമായി ദൈവസഭയിലേക്ക് വരുന്ന ഒരു വർഷമായിരിക്കും. നീ കാത്തിരുന്നു. ജനം വലച്ച, ജനം പറ്റിച്ച, മതങ്ങൾ വഞ്ചിച്ച ചില യൗവനക്കാരെ ദൈവം കയറി പിടിക്കും. ശൗലിനെ പൗലോസാക്കിയതുപോലെ യേശു നേരിട്ട് സന്ദർശിക്കും. അത് നിന്റെ മകനുണ്ടാകും, നിന്റെ കുടുംബത്തിൽ ചിലരുണ്ടാകും, നിന്റെ നാട്ടിൽ ചിലരുണ്ടാകും. സ്വർഗ്ഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിന്റെ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്ദി കർത്താവേ, സ്തോത്രം യേശുവേ, പരിശുദ്ധ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കണ്ണുകളടച്ച കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. എല്ലാ കണ്ണുമടച്ച്, അപ്പാ എനിക്കൊരു മാനസാന്തരം ആവശ്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ ദൂത് ഞാൻ കേട്ടു. ഒരുറച്ച ഫൗണ്ടേഷൻ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ അവസാന രാത്രി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കുറച്ചുകൂടെ ആത്മീകം എനിക്ക് ആവശ്യമാണ്. പോരായ്മ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എനിക്കൊരാത്മീക വർധന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സുവിശേഷത്തിൻ്റെ ഭാരം ഒരുപാട് നിന്ന് സഹിച്ചവർ, നീ ഏറ്റെടുത്ത സത്യത്തിന് വേണ്ടി ഒത്തിരി ഉപദ്രവിക്കപ്പെട്ടവർ, പലരാരും ഒറ്റപ്പെട്ടവർ, അവർ ചെവി തുറന്ന് കേട്ടോ, ദൃഷ്ടാന്തങ്ങളിൽ കൂടെ ദൈവം ജീവിക്കുന്നു, തെളിയിക്കും. നീ ഇറങ്ങിയ മാർഗം സത്യമെന്ന് സ്വർഗം തെളിയിക്കും. അതിൻ്റെ വഴി ദൈവം ഇട്ട് കഴിഞ്ഞു. തളരരുത്, ഉറങ്ങിപ്പോകരുത്, പിന്മാറിപ്പോകരുത്, തോറ്റുപോകരുത്, മനുഷ്യനെ ഭയപ്പെടരുത്, പിശാചിനെ പ്രമോട്ട് ചെയ്യരുത്. ദൈവത്തെ വിശ്വസിക്ക, ദൈവത്തെ വിശ്വസിക്ക, അടിസ്ഥാനങ്ങൾ ഉറപ്പിക്ക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദേശത്തെയും വന്ന ജനത്തെയും ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഈ ദൂത് അതുപോലെ ഫലിക്കട്ടെ. അടിസ്ഥാനമുറച്ചൊരു വലിയ കൂട്ടത്തെ കർത്താവ് ഒരുക്കട്ടെ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. എഴുന്നേറ്റ് നിൽക്കുന്ന പലരും ദൈവത്തോട് പലതും ചോദിക്കുന്നുണ്ടപ്പ. ആ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ, പുറം കണ്ണ് അടഞ്ഞിരിക്കുമ്പോൾ, അകക്കണ്ണ് തുറക്കുമ്പോൾ, എൻ്റെ അപ്പ എന്ന് അവർ ഉറക്ക വിളിക്കുമ്പോൾ, അവരുടെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ, ഒറ്റപ്പെട്ടു പോയവരെ ഒരു കൂട്ടമാക്കി മാറ്റണമേ. ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവനെ, ആ വാഗ്ദത്തം അവിടെ നിറവേറണമേ കർത്താവേ. സഭയെ, ദൈവമക്കളെ, ദൈവദാസന്മാരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു. കലൈപുരം ദേശത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ കൂട്ടം യൗവനക്കാർ ഈ പ്രദേശങ്ങളിൽ നിന്ന് കർത്താവിന് അടുത്തൊരു മൂവ്മെന്റ് 2019 ഉണ്ടാകട്ടെ. ദൈവദാസന്മാരുടെ കൂടെയെല്ലാം സത്യമറിഞ്ഞ യേശു സന്ദർശിച്ച വലിയ കൂട്ടം ആളുകൾ ഉണ്ടാകട്ടെ. സ്വർഗം അത് ചെയ്യും. ദൈവം മഹത്വം എടുക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് പോകുന്നു.